JPS A to Z PSC ട്രിക്സിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്തു വരുന്ന കുറച്ചധികം ഫാക്ട്സ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ത്രികോണവുമായി ബന്ധപ്പെട്ടിരുന്ന കുറച്ചധികം ഫാക്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്നും ത്രികോണവുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഫാക്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സോട് കൂടി ത്രികോണം, അതായത് മൂന്ന് സൈഡുള്ള രൂപങ്ങളെ കുറിച്ചുള്ള എല്ലാ ഫാക്ട്സും ഈ ഒരു ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ആവുകയാണ്. PSC ചോദിച്ച എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ രണ്ട് ക്ലാസ്സിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ 6 തരം ത്രികോണങ്ങൾ ഉണ്ടെന്ന് പരിചയപ്പെട്ടു അല്ലേ? അതിൽ നമുക്ക് അതിന്റെ സൈഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതും ആംഗിളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കുറേയധികം ഫാക്ട്സ് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ വിസ്തീർണം അഥവാ പരപ്പളവുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഫാക്ട്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ മട്ടത്രികോണം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പൈതഗോറസ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നിവിടെ എഴുതി തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ കേട്ടോ. ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ലംബ വശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വശങ്ങൾ ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. അതായത് ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ABC എന്ന് പറയുന്ന ത്രികോണം ഉണ്ട് അല്ലെ? ABC എന്ന് പറയുന്ന ത്രികോണം, ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി. ലംബവശങ്ങൾ ഏതൊക്കെയാണ്? AB-യും ലംബവശാണ്, BC-യും ലംബവശാണ്. അപ്പൊ ഇതിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഏതുതരം ത്രികോണമായിരിക്കണം? മട്ടത്രികോണമാണെങ്കിൽ പരപ്പളവ്, മട്ടത്രികോണത്തിന്റെ കേസിൽ മാത്രം കേട്ടോ, മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? BC അല്ലെ? BC ഇൻറ്റു ഹൈറ്റ് AB. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് AB എന്ന് എടുക്കാം കേട്ടോ. BC എന്ന് പറയുന്ന വശം A യൂണിറ്റ് ആണ്, AB എന്ന് പറയുന്നത് B യൂണിറ്റ് ആണെങ്കിൽ പരപ്പളവ് എന്താ വരിക? ഹാഫ് ഇൻറ്റു A ഇൻറ്റു B, ഹാഫ് AB. അതായത് A ഇൻറ്റു B ബൈ 2, പാദം ഇൻറ്റു ഉന്നതി ബൈ 2, അങ്ങനെ എഴുതാം കേട്ടോ. പാദം ഇൻറ്റു ഉന്നതി, പാദവും ഉന്നതിയും കൂടി ഗുണിക്കുക, അതിന്റെ ആ പ്രൊഡക്റ്റ് കിട്ടുമല്ലോ, അതിന്റെ പകുതി ആയിരിക്കും പരപ്പളവ് അഥവാ ഏരിയ. ഇനി പരപ്പളവിന് വേറൊരു ടേമും കൂടിയുണ്ട്, വിസ്തീർണം. പണ്ടത്തെ SCRT ടെക്സ്റ്റ് ബുക്കിൽ വിസ്തീർണം എന്നുള്ള ടേം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിലേക്ക് വിസ്തീർണത്തിന് പരപ്പളവ് എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടും സെയിം ആണ്, പരപ്പളവ്, ഏരിയ, വിസ്തീർണം. ഇത് എവിടെ കണ്ടാലും മൂന്നും സെയിം ആണ്. അപ്പോൾ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെ, മട്ടത്രികോണം എന്ന് എഴുതി വെക്കാം. മട്ടത്രികോണത്തിന്റെ കേസിൽ മാത്രമാണ് ഇത് മട്ടത്രികോണം. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AB, ഇനി നമുക്ക് ഇൻ കേസ് വേറൊരു ത്രികോണം വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒരു മട്ടത്രികോണത്തിന്റെ ഒരു വശം, ആ വശത്തിൽ നിന്ന് തൊട്ടടുത്ത വെർട്ടെക്സിലേക്കുള്ള ഉന്നതി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ്, അതായത് ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ കേട്ടോ. പരപ്പളവ് കണ്ടുപിടിക്കുക. ഇപ്പൊ 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്നാമത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അല്ലെ? അതായത് ഇവിടെ ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുന്നല്ല, 90 ഡിഗ്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സൈഡാണ് ലംബവശങ്ങൾ. അപ്പൊ ലംബവശങ്ങൾ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. ഈ ലംബമല്ലാത്ത വശത്തിന് എന്താ പേരാ പറയാ? അതാണ് കർണം കേട്ടോ. അതാണ് കർണം. അപ്പൊ കർണം എടുക്കരുത്, ബാക്കി 2 വശങ്ങളും എടുത്താൽ മതി. അപ്പൊ പരപ്പളവ് സമം ലംബവശങ്ങൾ ഇവിടെ ഏതൊക്കെയാണ്? 10ഉം 6ഉം അല്ലെ? അത് രണ്ടും കൂടി ഗുണിക്കുക, 2 കൊണ്ട് ഹരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക. 5 2 10 വരും അല്ലെ? 6 5 30 യൂണിറ്റ് എന്താ വരിക? രണ്ടും സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് പരപ്പളവിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ എന്ന് വരും. ഇനി അടുത്ത സെക്കൻഡ് വൺ നോക്കുക. സെക്കൻഡ് വൺ 4.5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ലംബവശങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ പരപ്പളവ് സമം രണ്ടും കൂടി ഗുണിക്കുക. 4.5 ഗുണിക്കണം 6 ബൈ 2, സിംപ്ലിഫൈ ചെയ്യുക അല്ലെ? 3. 4.5 ഗുണിക്കണം 3 എത്ര വരും? 3 5 15, 5 ബാക്കി 1 പോയിന്റ് ഇട്ട് കൊടുക്കുക. 4 3 12, 1 13, 13.5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും പരപ്പളവ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ നോക്കുക. തേർഡ് വൺ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? ഒരു രൂപം തന്നിട്ടുണ്ട് അല്ലെ? ആ രൂപത്തിന്റെ പരപ്പളവ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആ രൂപത്തിന്റെ പരപ്പളവ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലെ? ആ ത്രികോണം ഇവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ത്രികോണമായിരിക്കും? മട്ടത്രികോണമായിരിക്കും. അതായത് മട്ടത്രികോണത്തിന്റെ പാദം തന്നിട്ടുണ്ട് അല്ലെ? 2 സെന്റിമീറ്റർ. അത് ഞാൻ ഇവിടെ സെപ്പറേറ്റ് എടുത്ത് വരക്കാം.
ഇത് 2 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉന്നതി വേണം അല്ലെ, ഉയരം വേണം. അതായത് ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. അതായത് 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റും അത് തന്നെയായിരിക്കും കേട്ടോ. 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റത്തേന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അതുപോലെ ഉള്ളിൽ ചതുരാണ് അല്ലെ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ സെക്കൻഡ് ഒരു ത്രികോണം കൂടിയുണ്ട്, അത് ഏത് തരം ത്രികോണമാണ്? മട്ടത്രികോണം തന്നെയാണ് അല്ലെ. അപ്പോൾ 3 പരപ്പളവ് കണ്ടുപിടിക്കാം. ഫസ്റ്റിന്റെ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാം. പരപ്പളവ് എത്ര വരിക? പരപ്പളവ് ഏരിയ അല്ലെ. പരപ്പളവ് എന്ന് പറയുന്നത് 2 ഗുണിക്കണം 5/2, അപ്പോൾ 5 വരും. ഇനി അടുത്തത് സെക്കൻഡ് നമുക്ക് ഏതാണ്? ചതുരത്തിന്റെ അല്ലെ. ചതുരത്തിൻ്റെത് 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? നീളം ഗുണിക്കണം വീതി അല്ലെ. 6 ഗുണിക്കണം 5 30 എന്ന് കിട്ടി. ഇനി തേർഡ് വൺ അടുത്തത് ഒരു മട്ടത്രികോണാണല്ലേ. മട്ടത്രികോണം തന്നിട്ടുണ്ട്, ഇത് 2 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്, ഇത് 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ സമം 5 ഗുണിക്കണം 2/2, എത്ര വരും? 5 വരും. 5 ഇപ്പൊ കിട്ടിയില്ലേ? 3 പരപ്പളവ് കിട്ടി. ആകെ പരപ്പളവ്, ആ രൂപത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3 കൂടി കൂട്ടുക അല്ലെ. പരപ്പളവ് സമം 30 കൂട്ടണം 5 35 5 40 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ രൂപത്തിന്റെ പരപ്പളവ്. അതുപോലെ ഫോർത്ത് വൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർത്ത് വൺ എന്ത് ചെയ്യാം? നമുക്ക് 3 ഉണ്ട് അല്ലെ. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. അല്ലാതെ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ തേർഡ് വൺ തന്നെ ഒരു സാമാന്തരികമാണ്, സാമാന്തരികത്തിന്റെ പരപ്പളവ് വെച്ചിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഇതേപോലെ 3 ചെയ്യേണ്ട, ഡയറക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഫോർത്ത് വൺ ഏതാണ്? ഫോർത്ത് വണ്ണിന്റെ ഷേപ്പ് എന്താണ്? ഒരു ലംബകമാണ് അല്ലെ. ലംബകം. ഒന്നുകിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റത്തെ മട്ടത്രികോണാണ്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അടുത്തത് ഒരു ചതുരാണ്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. തേർഡ് വൺ ഒരു മട്ടത്രികോണാണ്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഞാൻ വേറൊരു ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്, ലംബകം. ഇത് എന്ന് പറയുന്നത് ഫോർത്ത് വൺ ഒരു ലംബകമാണ്, ലംബകം. ആ ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഹാഫ് ഇൻറ്റു സമാന്തരമായ വശങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു വശവും ഇതാണ് സമാന്തരമായ വശങ്ങൾ. പിന്നെ അതിന്റെ ഹൈറ്റ് കൊടുക്കുക. സമാന്തരമായ വശങ്ങളുടെ നീളം എത്ര തന്നിട്ടുണ്ട്? വലിയ വശം എന്ന് പറയുമ്പോൾ 1 കൂട്ടണം 4 കൂട്ടണം 2, 1 കൂട്ടണം 4 5 6 7 വരെ അല്ലെ. ഒരു സമാന്തര വശത്തിന്റെ നീളം 7, അടുത്ത സമാന്തരത്തിന്റെ വശത്തിന്റെ നീളം 4 ആയിരിക്കുമല്ലോ. 4 സെന്റിമീറ്റർ. 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട് അല്ലെ. 3 ഇങ്ങനെ ചെയ്യാം. ഹാഫ് ഇൻറ്റു 7 4 എത്രയാണ്? 11 വരും അല്ലെ. 11 ഇൻറ്റു 3, അതായത് 33/2. 33/2 സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഒരു 3 3 6 3 12.5 അല്ലെ. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഞാൻ തൊട്ട് മുന്നേ തേർഡ് വൺ ചെയ്തില്ലേ, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ നോക്കുക, സെയിം തന്നെയായിരിക്കും കിട്ടുക. ഇനി ലംബകത്തിന്റെ അറിയാത്തവർ ഡയറക്റ്റ് നമുക്ക് മട്ടത്രികോണത്തിന്റെ അറിയാം അല്ലെ. മട്ടത്രികോണത്തിന്റെ 2 മട്ടത്രികോണത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക, ചതുരത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക. 3 കൂടി കൂട്ടിയാൽ എത്ര തന്നെ വരും? 16.5 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് എന്ത് തന്നെയാണ്? അടുത്തത് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ തന്നെയാണ് അല്ലെ. പരപ്പളവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഫിഫ്ത്ത് വണ്ണും സിക്സ്ത് വണ്ണും അല്ലെ. ഫിഫ്ത്ത് വൺ ഒന്ന് ചെയ്തു തരാം, അടുത്ത നിങ്ങൾ ചെയ്യാം കേട്ടോ. ഫിഫ്ത്ത് വൺ എങ്ങനെ ചെയ്യുന്നത്? അതായത് ഇവിടെ 2 മട്ടത്രികോണം ഉണ്ട് അല്ലെ. 2 മട്ടത്രികോണം ഉണ്ട്, ഒരു മട്ടത്രികോണം ഇത് തൊട്ടടുത്ത് ചെറുതുണ്ട്. എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, സെക്കൻഡിന്റെയും കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്ന് അറിയോ? അതായത് ഒരു വശം തന്നിട്ടുണ്ട്, ഇങ്ങനെയല്ല നമ്മുടെ മട്ടത്രികോണം ഉള്ളത്. മട്ടത്രികോണമല്ല, ആ തന്ന ത്രികോണം ഇങ്ങനെയാണ്. അതായത് തന്ന ത്രികോണത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഈ വശം എത്രയാണ് തന്നിട്ടുണ്ട്? 3 + 2 5 യൂണിറ്റാണ് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ആ വശത്തിന് നേരെ അതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഇവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതേപോലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പരപ്പളവ് വരുന്നത്? പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് 5 ഇൻറ്റു ഹൈറ്റ്. അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് തന്നെയാണ് കേട്ടോ. ഡയറക്റ്റ് 6 എന്ന് ചെയ്തിട്ട് ചെയ്യാം. 3 2 6 3 5 15 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് പരപ്പളവ് വരുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഡൗട്ട് ഉള്ളവർ ഫസ്റ്റിന്റെ കണ്ടുപിടിക്കുക, സെക്കൻഡിൽ കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര തന്നെയാണ് വരിക? 15 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിട്ട് വരിക. അതായത് നമുക്ക് ഏത് ത്രികോണം, മട്ടത്രികോണത്തിന് നമ്മൾ പറഞ്ഞ പാദത്തിന്റെയും അതിന്റെ ലംബത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഏത് ത്രികോണാണെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ബേസ് തരിക, ആ ബേസിന്റെ അളവ് തരിക. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പെർപെൻഡിക്കുലർ തന്നെ വരണം കേട്ടോ. അതായത് നിങ്ങൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മട്ടത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് ബേസ് ആണ്, ഇത് ഹൈറ്റ് ആണ്. ഏത് ത്രികോണാണെങ്കിലും നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ.
ഇതാ ഇങ്ങനെ ഒരു ത്രികോണം തന്നു വിചാരിക്കും, ഇങ്ങനെ ഒരു ത്രികോണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് മട്ടത്രികോണമൊന്നും അല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വശം തന്നിട്ടുണ്ട്, അതായത് ഈ ബി എന്ന് പറയുന്ന വശം തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ അവർ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഹൈറ്റും തന്നിട്ടുണ്ട് എന്ന് വരിക്കും. പെർപെൻഡിക്കുലർ ഹൈറ്റ് h ആണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ത്രികോണത്തിന്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മട്ടത്രികോണാണെങ്കിൽ രണ്ട് വശങ്ങളുടെ ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി എന്ന് എടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ത്രികോണാണെങ്കിൽ ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ ആ വശത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും, ഹാഫ് BH യൂസ് ചെയ്യാൻ പറ്റും. അല്ലെ പിന്നെ ഡയറക്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ത്രികോണത്തിന്റെ രണ്ട് മട്ടത്രികോണാക്കിയിട്ട് കണ്ടുപിടിച്ചാലും മതി. അടുത്തത് 6th വൺ നിങ്ങൾ ചെയ്തു നോക്കുക, ഉത്തരം കമന്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 96 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ലംബവശങ്ങളിൽ ഒന്നിന്റെ നീളം 16 സെന്റിമീറ്റർ. മറ്റേ വശത്തിന്റെ നീളം എത്രയാണ്? ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് അല്ലെ. അപ്പോൾ പരപ്പളവ് അല്ലെ, പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു പാദം ഗുണിക്കണം ഉന്നതിയാണ് അല്ലെ. പാദം ഗുണിക്കണം ഉന്നതി, അല്ലെങ്കിൽ AB എന്ന് എടുക്കാം കേട്ടോ. ഉന്നതി അല്ലെങ്കിൽ ഉയരം. ഇവിടെ പരപ്പളവ് തന്നിട്ടുണ്ട്. പരപ്പളവ് എത്രയാണ്? 96 സമം ഹാഫ് ഇൻറ്റു ലംബവശങ്ങളിൽ ഒന്നിന്റെ നീളം 16 അല്ലെ. 16 ഇൻറ്റു ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ, ഉന്നതി. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. 2ഉം 16ഉം 8 വരും. അപ്പൊ ഇവിടുന്ന് ഉന്നതി എന്ന് പറയുന്നത് എത്രയാ വരിക? ഉന്നതി എന്ന് പറയുന്നത് 96 ഹരിക്കണം 8 എത്രയാണ് വരിക? 1 8 8 2 8 16 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ ആയിരിക്കും. മറ്റേ വശത്തിന്റെ നീളം എത്രയാണ്? മറ്റേ വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അടുത്തത് നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ 12 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. അതേ പരപ്പളവുള്ള മറ്റൊരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്നിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്. മറ്റേ ലംബവശത്തിന്റെ നീളം, അതായത് രണ്ട് മട്ടത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് മട്ടത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലംബവശങ്ങൾ, ഒന്നാമത്തേന്റെ ലംബവശങ്ങൾ 12 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ 18 സെന്റിമീറ്ററും ഒരു വശം തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് തരാത്ത കാര്യം നമുക്ക് A ആയിട്ട് എടുക്കാം അല്ലെ. അതായത് ഇതിന്റെ രണ്ടിന്റെയും പരപ്പളവ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മട്ടത്രികോണത്തിന്റെയും പരപ്പളവ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം? പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. പരപ്പളവ് സമം മട്ടത്രികോണാണ്, ഹാഫ് ഇൻറ്റു ലംബവശങ്ങളുടെ ഗുണനഫലം അല്ലെ. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി. അപ്പൊ രണ്ട് മട്ടത്രികോണത്തിന്റെയും ഏരിയ പരപ്പളവ് തുല്യം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 12 സമം ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു തന്നിട്ടില്ല അല്ലെ. അത് നമുക്ക് A തന്നെയായിട്ട് എടുക്കാം. ആ A ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക. 2ഉം 12ഉം 6 വന്നു, 2ഉം 18ഉം 9 വന്നു അല്ലെ. അപ്പൊ ഇവിടെ A എങ്ങനെ എഴുതാം? A സമം 15 ഗുണിക്കണം 6 ബൈ 9 അല്ലെ. ഹരിക്കലാകും. ഇനി ഇവിടെ നമുക്ക് 3നെ കൊണ്ട് ചെയ്തുകൂടെ? 3 3 9 2 3 6. 3ഉം 15ഉം ചെയ്യുക. 1 3 3 5 3 15. 5 ഗുണിക്കണം 2 10. 10 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ ലംബവശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ. മറ്റേ ലംബവശത്തിന്റെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത് നോക്കാം. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഏതെങ്കിലും ഒരു വശത്തിന്റെ എതിർമൂലയിൽ നിന്നുള്ള ലംബത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. തൊട്ട് മുന്നേ നമ്മൾ ഇതേപോലെ തന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു അല്ലെ. മട്ടത്രികോണാണെങ്കിൽ ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി. ഇനി ഏത് ത്രികോണാണെങ്കിലും ഒരു വശത്തിന്റെ ഏതെങ്കിലും ഒരു വശം നമ്മൾ എടുക്കുകയായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ വശം എടുക്കുകയായിരിക്കും, യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത വശം എടുക്കുകയായിരിക്കും. ഈ വശമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ വശത്തിൽ നിന്ന് എതിർമൂല എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മൂലയിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലംബദൂരം. ആ ലംബദൂരത്തിന്റെയും ഗുണനഫലത്തിന്റെയും പകുതിയാണ്. അതായത് ഇവിടെ A തന്നിട്ടുണ്ട്. ഈ ലംബദൂരം H ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു A ഇൻറ്റു H ആയിരിക്കും. A ഇൻറ്റു H ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഗുണനഫലത്തിന്റെ പകുതി ഹാഫ് ഇൻറ്റു A ഇൻറ്റു H. തൊട്ട് മുന്നേ നമ്മൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. അപ്പൊ അടുത്തത് നോക്കാം. അടുത്ത ഇതേപോലെ കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ്? ഒരു വശം തന്നിട്ടുണ്ട്, അതിന്റെ ആ വശത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെ ചെയ്യാം? 8th വൺ എങ്ങനെ ചെയ്യാം? ഹാഫ് ഇൻറ്റു ഏരിയ ആണ് അല്ലെ. ഏരിയ അതായത് പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 ഗുണിക്കണം ഹൈറ്റ്. ആ ഏത് വശമാണോ തന്നത് അതിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള തന്നെ തരണം കേട്ടോ. സപ്പോസ് ഈ വശത്തിന്റെ തന്നിട്ടുണ്ടെങ്കിൽ ഈ വശത്തിന്റെയാണ് ഒരു 5 തന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റൂല. ഏത് തന്നെ തരണം? ഏത് വശമാണോ തന്നത് ആ വശത്തിന്റെ തന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഏരിയ സമം ഹാഫ് ഇൻറ്റു 10 സെന്റിമീറ്റർ ആണ് തന്ന വശം. ആ വശത്തിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് 5. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം.
5 5 5 25 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ ഒരു രൂപത്തിന്റെ, അതായത് 8th വണ്ണിന്റെ പരപ്പളവ്. 8th വണ്ണിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി 9th വൺ ഇതേപോലെ നമുക്ക് ചെയ്യാം. 9th വണ്ണിന്റെ പരപ്പളവ് അഥവാ ഏരിയ സമം ഹാഫ് ഇൻറ്റു ബേസ് തന്നിട്ടുണ്ട് അല്ലെ, 5.5 5.5 ഗുണിക്കണം ആ വശത്തിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ളത് തന്നെയാണ് തന്നത് 4. 2 2 4 വരും, ഗുണിച്ചാൽ 5 2 10 0, ബാക്കി 1 5 2 1 10 1 11. അപ്പോൾ എത്ര വരിക? 11 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ സെക്കൻഡ് വണ്ണിന്റെ പരപ്പളവ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 ത്രികോണം തന്നിട്ടുണ്ട് അല്ലെ, 2 ത്രികോണത്തിന്റെയും പരപ്പളവാണ് ആ രൂപത്തിന്റെ, 2 ത്രികോണത്തിന്റെ അല്ല തന്ന രൂപത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 ത്രികോണമാണ്, ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ. അപ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് വൺ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് വരക്കാം. ഫസ്റ്റ് വൺ ഇതേപോലെയാണല്ലോ ഉള്ളത്, അതായത് ബേസ് 3 തന്നിട്ടുണ്ട്, ഹൈറ്റ് 6 തന്നിട്ടുണ്ട് അല്ലെ, 6. അപ്പൊ ഇതിന്റെ പരപ്പളവ് എത്രയാ വരിക? പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 6 അല്ലെ, 3 ഇൻറ്റു 6 ഒരു 3 2 3 6 വരും അല്ലെ, 3. അപ്പൊ എത്ര വരിക? 9 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ അല്ലെ, സെക്കൻഡ് വൺ ഇതേപോലെ വലിയൊരു ത്രികോണാണുള്ളത്, വലിയ ത്രികോണം, മട്ടത്രികോണം കേട്ടോ, 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ. ഇത് ടോട്ടൽ എത്ര വരിക? പകുതി വരെ 6 തന്നിട്ടുണ്ട്, ബാക്കി 2 തന്നിട്ടുണ്ട്, അതായത് ടോട്ടൽ 8 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ലംബം. അപ്പോൾ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 4 2 2 8 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ രൂപത്തിന്റെ ആകെ പരപ്പളവ് സമം രണ്ടും കൂടി കൂട്ടുക അല്ലെ, 9 കൂട്ടണം 16 25 വരും അല്ലെ, 25 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ രൂപത്തിന്റെ പരപ്പളവ്. അടുത്തത് 11th വൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 11th വൺ ഇവിടെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കുക, ഫസ്റ്റ് ഒരു വലിയ ത്രികോണമായിട്ട് എടുത്തൂടെ? ഇത് കംപ്ലീറ്റ് നമുക്ക് ഒരു ത്രികോണമായിട്ട് എടുക്കാം അല്ലെ. ത്രികോണത്തിന്റെ ബേസ് എത്രയാണ്? 3 4 ആയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏത് ത്രികോണാണെങ്കിലും ഒരു ബേസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബേസിന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഉന്നതി തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതായിട്ട് എടുക്കാം, ഈ ത്രികോണമായിട്ട് എടുക്കാം. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ ത്രികോണം. അപ്പോൾ ത്രികോണത്തിൻ്റെത് അതിന്റെ ബേസ് 3 + 4 7 വരും. ഇനി ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒറ്റ ത്രികോണമായിട്ട് ചെയ്യാം. ഇവിടെ ബേസ് എത്രയാണ് ഇരിക്കുന്നത്? 3 + 4 7 എന്ന് എടുക്കാം. ആ ബേസിൽ തന്നെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഉന്നതി 5 ആയിട്ട് എടുക്കാം അല്ലെ. അപ്പോൾ പരപ്പളവ് എത്രയാണ് വരിക? പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 7 7 5 35 അല്ലെ, 35/2 എന്ന് വരും. ഇനി അടുത്തതും ഒരു മട്ടത്രികോണം തന്നെയാണ് അല്ലെ, അപ്പോൾ പരപ്പളവ് എത്രയാണ് വരിക? പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് 6 ആണ്, ഹൈറ്റ് 7 ആണ്. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, 3 2 6 എന്ന് വരും അല്ലെ. 7 3 21 സെന്റിമീറ്റർ സ്ക്വയർ, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആകെ പരപ്പളവ് 35/2 എന്ന് പറയുന്നത് 17.5 ആണ് അല്ലെ. 17.5 + 21 സമം എത്ര വരും? 38.5 38.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. സിമ്പിൾ അല്ലേ ഇത്? അതായത് ഓരോ രൂപത്തിൻ്റെയും സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താൽ നമുക്ക് മാത്സ് പല രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി പ്രിഫർ ചെയ്യാം. വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 30 മീറ്റർ നീളവും, അതായത് അതിന്റെ നീളം 30 മീറ്റർ ആണ്, നീളം 30 മീറ്റർ 10 മീറ്റർ വീതിയും ഉണ്ട്. ഇതിനകത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ത്രികോണാകൃതിയിൽ ഒരു സ്ഥലം വാങ്ങി വാഴകൃഷി ചെയ്യുന്നതിനായി വേർതിരിച്ചു. ഈ ഭാഗത്തിന്റെ പരപ്പളവ്, അതായത് വാഴകൃഷി ചെയ്യുന്ന ഭാഗത്തിന്റെ പരപ്പളവ്, അതിന്റെ ബേസ് എത്രയാണ് തന്നിട്ടുണ്ട്? ബേസ് 20 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് അത് വേണമെങ്കിൽ എടുത്ത് വരക്കാം. ഇതേപോലെയുള്ള ഒരു ഷേപ്പാണ് വാഴകൃഷി ചെയ്യുന്നത് അല്ലെ. വാഴകൃഷി ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ഷേപ്പിലാണ് വാഴകൃഷി ചെയ്യുന്നത്. അതായത് വാഴകൃഷി ചെയ്യുന്നതിന്റെ ഒരു ബേസ് നമുക്ക് 20 തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹൈറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് ആ ചതുരത്തിന്റെ വീതി തന്നെയായിരിക്കും അല്ലെ, അതായത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് വൺ ആ ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാ വരിക? പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് 20 ആണ്, ഹൈറ്റ് 10 ആണ്, 10 വരും. അതായത് 100 മീറ്റർ സ്ക്വയർ കേട്ടോ, 100 മീറ്റർ സ്ക്വയർ ആണ് വാഴകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ പരപ്പളവ്, 100 മീറ്റർ സ്ക്വയർ. ഇനി സെക്കൻഡ് വൺ എന്താ ക്വസ്റ്റ്യൻ? വാഴകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വലതുഭാഗത്തെ ത്രികോണാകൃതിയായ സ്ഥലം, ഇതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്ന പോർഷൻ. ത്രികോണാകൃതിയായ സ്ഥലത്തിന്റെ പരപ്പളവ്, അപ്പോൾ സെക്കൻഡ് വൺ അതിന്റെ പരപ്പളവ് ഡയറക്റ്റ് കണ്ടുപിടിക്കുക അല്ലെ. മട്ടത്രികോണാണ്, മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ ഗുണഫലം. അപ്പോൾ സെക്കൻഡ് വണ്ണിന്റെ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 10 അല്ലെ. 16 തന്നിട്ടുണ്ട് കേട്ടോ, 16 തന്നിട്ടുണ്ട്, 16 ഇൻറ്റു 10
8 2 16 8 × 10 80 മീറ്റർ സ്ക്വയർ ആയിരിക്കും ത്രികോണാകൃതിയായ ആ സ്ഥലത്തിന്റെ പരപ്പളവ്. ഇനി തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? വാഴകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ലംബകത്തിന്റെ പരപ്പളവ്. അപ്പൊ ലംബകത്തിന്റെ പരപ്പളവ് ഡയറക്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമുക്ക് രണ്ട് പരപ്പളവും കിട്ടിയിട്ടുണ്ടല്ലോ, അതായത് വാഴകൃഷി ചെയ്യുന്ന ഭാഗത്തിന്റെ പരപ്പളവും മറ്റേ ത്രികോണത്തിന്റെ പരപ്പളവും കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് ഏതിൽ നിന്ന് കുറക്കുക? ചതുരത്തിന്റെ നിന്ന് കുറക്കുക, അല്ലെങ്കിൽ ലംബകത്തിന്റെ ഡയറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടുന്ന് ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് കുറക്കുക ചെയ്യുന്നത് കേട്ടോ. ചതുരത്തിന്റെ പരപ്പളവ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ചതുരത്തിന്റെ പരപ്പളവ് നീളം ഗുണിക്കണം വീതി അല്ലെ. നീളം 30 തന്നിട്ടുണ്ട്. 30 ഗുണിക്കണം 10 300 മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം അല്ലെ. ലംബകത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 300-ൽ നിന്ന് ഏത് കുറക്കുക? അതായത് വാഴകൃഷി ചെയ്യുന്ന സ്ഥലം മറ്റേ ത്രികോണം. വാഴകൃഷി ചെയ്യുന്നത് 100 ആണ്, പിന്നെ മറ്റേ ഒരു ത്രികോണം 80 ആണ്. അതായത് 180 കുറക്കുക. 300-ൽ നിന്ന് 180 കുറച്ചാൽ എത്രയാണ് വരിക? 120 അല്ലെ. 120 മീറ്റർ സ്ക്വയർ ആയിരിക്കും ലംബകത്തിന്റെ പരപ്പളവ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ലംബകത്തിന്റെ പരപ്പളവ് എന്നത് ½ × a + b × h ആണ്. a + b എന്ന് പറയുന്നത് സമാന്തരമായ വശങ്ങളാണ്. a + b സമാന്തരമായ വശങ്ങൾ a + b, h എന്ന് പറയുന്നത് ഹൈറ്റ്. അത് ഉപയോഗിച്ചിട്ടും ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിച്ചാലും 120 മീറ്റർ സ്ക്വയർ ആണ് ലംബകത്തിന്റെ പരപ്പളവ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രികോണം എ ബി സിയിൽ കോൺ ബി = 90 ഡിഗ്രി. അപ്പോൾ ത്രികോണം എ ബി സി ഏത് തരം ത്രികോണമായിരിക്കും? മട്ടത്രികോണമായിരിക്കും അല്ലെ. ത്രികോണം എ ബി സി ഒരു മട്ടത്രികോണമാണ്. ത്രികോണം എ ബി സി, ബി ആണ് 90 ഡിഗ്രി വരുന്നത് അല്ലെ. ത്രികോണം എ ബി സി ഒരു മട്ടത്രികോണമാണ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 സെന്റി. ബി സിയുടെ നീളം 8 സെന്റിമീറ്റർ ആണ്. ബി സി 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ പരപ്പളവ് അതായത് ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? ത്രികോണത്തിന്റെ പരപ്പളവ് 48 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. ത്രികോണം എ ബി സിയുടെ പരപ്പളവാണ് 48 സെന്റിമീറ്റർ സ്ക്വയർ തന്നിരിക്കുന്നത്. ഈ ത്രികോണത്തിലെ ബി സി എന്ന വശത്തിന്റെ നീളം ഡിയിലേക്ക് 6 സെന്റിമീറ്റർ നീട്ടുന്നു. അപ്പോൾ ബി സി എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെ, ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്ര സെന്റിമീറ്റർ നീട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6 സെന്റിമീറ്റർ നീട്ടുന്നു. എ ഡി യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഡി യോജിപ്പിച്ചു. എ ഡി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്. ത്രികോണം എ ഡി സി എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ത്രികോണം എ ഡി സി നമുക്ക് സെപ്പറേറ്റ് എടുത്ത് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയൊരു ഷേപ്പാണ് ത്രികോണം എ ഡി സി അല്ലെ. എ ഡി സി ഇത് ഇങ്ങനെയൊരു ഷേപ്പിലാണുള്ളത്. ഇതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ അറിയുന്നത് സി ഡി എന്ന് പറയുന്നതിന്റെ 6 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തും കൂടി കിട്ടണം? ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എ ആണ്. അതായത് ഡിന്ന് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടി കിട്ടണം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിന്ന് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ ബി ആണ് അല്ലെ. എ ബിന്റെ ലെങ്ത് ആണ്. ഇവിടെ എ ബി അല്ലേ, ഇതന്നെയല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എ ബി. ഈ എ ബിയും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ബിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ പിന്നെ ഡയറക്റ്റ് ½ BH ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എ ബിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിലേക്ക് ഫസ്റ്റ് ട്രയാങ്കിളിലേക്ക് പോകാം. അപ്പോൾ ത്രികോണം എ ബി സി. ത്രികോണം എ ബി സിയിൽ പരപ്പളവ് തന്നിട്ടുണ്ട് അല്ലെ. പരപ്പളവ് 48. പരപ്പളവ് = ½ × ബേസ് അല്ലെ. ബേസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ബേസ് ബി സി 8 തന്നിട്ടുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഹൈറ്റ് എ ബി എന്ന് തന്നെ എടുക്കാം. ഹൈറ്റ് എ ബി ആണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എ ബിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. 4 വരും. എ ബി = 48/4 12 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലെ. എ ബി 12 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്. ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് ½ × ബേസ് എത്രയാണ്? ഇവിടെ സി ഡി ആണ് അല്ലെ. ത്രികോണം എ ഡി സി, സി ഡി ആണ് എടുക്കേണ്ടത്. സി ഡി 6 ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നമുക്ക് കിട്ടിയല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 12 ആണെന്ന് കിട്ടി. 12 ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 3 2 6 എത്ര വരും? 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്. 36 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു മട്ടത്രികോണത്തിന്റെ പാദം 14 സെന്റിമീറ്റർ, ലംബം 15 സെന്റിമീറ്റർ ആയാൽ മട്ടത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവാണ് അല്ലെ, അതായത് ഏരിയ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിസ്തീർണം ½ × ബേസ് അല്ലെ. പാദം ഇൻറ്റു ലംബം. പാദം 14 ആണ്, ലംബം 15 ആണ്. 14 × 15 7 വരും. 7 ഗുണിക്കണം 15. 7 ഗുണിക്കണം 15 105 അല്ലെ. 105 സെന്റിമീറ്റർ ആണ് വിസ്തീർണം, സെന്റിമീറ്റർ സ്ക്വയർ. ഈ വിസ്തീർണം തന്നെയാണ് എന്ത്? പരപ്പളവ് കേട്ടോ. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ മൂന്നും സെയിം ആണ്. 105 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് നോക്കാം. മട്ടത്രികോണത്തിന്റെ പാദം 16, ലംബം 20. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ് അല്ലെ. അപ്പൊ പരപ്പളവ്
പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ഇവിടെ പാദം 16 അല്ലെ, ഹാഫ് ഇൻറ്റു പാദം ഗുണിക്കണം ഉന്നതി അല്ലെ, പാദം ഇൻറ്റു ലംബം 20. ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ മട്ടത്രികോണം അല്ലെ, പാദവും ലംബവും ഇത് രണ്ടുമാണ് ലംബവശങ്ങൾ. ലംബവശങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ 16 ഗുണിക്കണം 20 10 വരും അല്ലെ. അതായത് 160 സെന്റിമീറ്റർ സ്ക്വയർ ആണ് മട്ടത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ വരുന്നത്. അടുത്തത് നോക്കാം. പാദവും കർണവും യഥാക്രമം 3, 5 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിന്റെ പരപ്പളവ്. ഇവിടെ കർണാണ് തന്നിരിക്കുന്നത്, നമുക്ക് ഏതാണ് ലംബവശങ്ങളാണ് വേണ്ടത് അല്ലെ. അപ്പോൾ മട്ടത്രികോണം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. മട്ടത്രികോണത്തിന്റെ കർണം 5 തന്നിട്ടുണ്ട്, പാദം 3 തന്നിട്ടുണ്ട്. നമുക്ക് ലംബം കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ലംബം എങ്ങനെ കണ്ടുപിടിക്കാം, പേര് കൊടുക്കാം അല്ലെ, വേണമെങ്കിൽ ABC എന്ന് പറയുന്ന മട്ടത്രികോണം. അപ്പോൾ ഇവിടെ നമുക്ക് കർണാണ് 5. അപ്പോൾ എങ്ങനെയാണ് വരിക, AB സ്ക്വയർ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലെ. കർണവർഗം സമം എന്താണ് പൈതഗോറസ് സിദ്ധാന്തം, കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. നമുക്കിവിടെ ലംബമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനെ എങ്ങനെ മാറ്റാം, ലംബവർഗം സമം കർണവർഗം മൈനസ് പാദവർഗം, കർണവർഗം മൈനസ് പാദവർഗം. അപ്പൊ ഇവിടുന്ന് ലംബം സമം റൂട്ട് ഓഫ് കർണവർഗം മൈനസ് പാദവർഗം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കിവിടെ ഏതാ കണ്ടുപിടിക്കേണ്ടത്, AB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് AB സ്ക്വയർ സമം AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ എന്ന് വരും. AC എത്രയാണ്, AC 5 ആണ് അല്ലെ. അപ്പൊ 5ന്റെ സ്ക്വയർ 25 മൈനസ് BC 3 ആണ്, 3ന്റെ സ്ക്വയർ 9. 25 മൈനസ് 9 16 എന്ന് വരും അല്ലെ. AB സ്ക്വയർ 16 ആണ്. അങ്ങനെയാണെങ്കിൽ AB റൂട്ട് 16 അല്ലെ. റൂട്ട് 16 എത്രയാണ്, 4 ആണ് വരിക അല്ലെ. AB 4 എന്ന് കിട്ടിയല്ലോ, ലംബവശങ്ങൾ കിട്ടിയല്ലോ. അങ്ങനെയാണ് നമുക്ക് പരപ്പളവ് കണ്ടുപിടിച്ചൂടെ. പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് 3 ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഹൈറ്റ് 4 എന്ന് കിട്ടി. 2 1 3 3 2 3 6. പരപ്പളവ് എത്രയാണ്, 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പരപ്പളവ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക. മട്ടത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യതയില്ലാത്തവ ഏത്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്, മട്ടത്രികോണത്തിന്റെ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു കോണ് അതായത് ABC എന്ന് പറയുന്നത് ഒരു കോണ് 90 ഡിഗ്രി, അതായത് കോൺ B സമം 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇനി മട്ടമല്ലാത്ത 2 കോണുകളുണ്ടല്ലോ, മട്ടമല്ലാത്ത 2 കോണുകളുണ്ട്, കോൺ എയും കോൺ സിയും. അതിന്റെ തുക എത്രയായിരിക്കും, കോൺ എ പ്ലസ് കോൺ സി. അതായത് ഏത് ത്രികോണം എടുക്കുകയാണെങ്കിലും അതിന്റെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി. ഒന്ന് 90 ആണ് കിട്ടിയാൽ, അപ്പൊ ബാക്കി രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടിയെങ്കിൽ മാത്രമല്ലേ 180 ആവുകയുള്ളൂ. 90 പ്ലസ് 90 180. അപ്പോൾ ഒരു മട്ടത്രികോണത്തിലെ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. മട്ടമല്ലാത്ത 2 കോണുകൾ ഉണ്ടാവും. ആ മട്ടമല്ലാത്ത 2 കോണുകളുടെ തുക എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. മട്ടത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യതയില്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മട്ടത്രികോണം ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. മട്ടത്രികോണത്തിലെ 2 കോണുകളാണോ നോക്കാം അല്ലെ. അതായത് ബാക്കി മട്ടമല്ലാത്ത 2 കോണുകളുടെ തുക 90 ഡിഗ്രി കിട്ടണം. ഇവിടെ 45 പ്ലസ് 45 90 ഡിഗ്രി കിട്ടും അല്ലെ. അപ്പോൾ ഇതൊരു മട്ടത്രികോണത്തിലെ കോണാണ്. അതും സമപാർശ്വം മട്ടത്രികോണം എന്ന് പറയും കേട്ടോ. സമപാർശ്വം മട്ടത്രികോണത്തിലെ കോണം എന്ന് പറയും. അടുത്തത് ഓപ്ഷൻ ബി നോക്കാം. 35 പ്ലസ് 55 90 ഡിഗ്രി കിട്ടും അല്ലെ. അപ്പോൾ അതും ഒരു മട്ടത്രികോണത്തിലെ കോണാണ്. അടുത്തത് 20 പ്ലസ് 50 70 ഡിഗ്രിയാണ്. മട്ടത്രികോണാവുക ഇല്ല അല്ലെ. മട്ടത്രികോണത്തിലെ കോണാവില്ല, നമുക്ക് 90 ഡിഗ്രി കിട്ടണം. അടുത്തത് ഓപ്ഷൻ ഡി നോക്കുക. 20 പ്ലസ് 90 ഓൾറെഡി വന്നു, അതുകൊണ്ട് എന്ത് തന്നെയാണ് 90 വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മട്ടത്രികോണായിരിക്കും. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റോങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മട്ടത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യതയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 20 പ്ലസ് 75 എത്രയാ വരിക, 95 ആകുക ഇല്ല അല്ലെ. മട്ടത്രികോണത്തിലെ കോണാകൂല, 90 ഡിഗ്രി കിട്ടണം. അടുത്തത് 30 പ്ലസ് 60 90. അപ്പോൾ അത് മട്ടത്രികോണത്തിലെ കോണാകും. അടുത്തത് ഓപ്ഷൻ ഡി സി നോക്കുക. 40 പ്ലസ് 60 മട്ടത്രികോണത്തിലെ കോണാകുക ഇല്ല അല്ലെ. 100 ആണ് 90 വരണം. അടുത്തത് 45 പ്ലസ് 55 എത്രയാ വരിക, 45 പ്ലസ് 55 100 തന്നെയാണ് വരിക അല്ലെ. അപ്പോൾ അതും മട്ടത്രികോണത്തിലെ കോണാവുകയില്ല. അപ്പോൾ ആകെ ഓപ്ഷൻ ബി മാത്രമേ മട്ടത്രികോണത്തിലെ കോണാകൂ. 30 60 തൊട്ടടുത്തത് എത്ര വരും, 30 60 അടുത്ത കോണ് 90 ഡിഗ്രി എത്ര വരും, 30 പ്ലസ് 60 90 പ്ലസ് 90 180 ഡിഗ്രി വരും. ബാക്കിയൊന്നും നമുക്ക് മട്ടത്രികോണത്തിലെ കോണുകളുടെ അളവാവുകയില്ല. അതായത് ബാക്കി തേർഡ് കോൺ എടുക്കുമ്പോൾ 90 ഡിഗ്രി വരൂല കേട്ടോ. ഫസ്റ്റ് വൺ നോക്കുക 95 വന്നു അല്ലെ. ബാക്കി എത്രയാണ് 180 കിട്ടാൻ വേണ്ടിയിട്ട് 85 വേണ്ടു. അപ്പൊ അത് ചെറിയൊരു മട്ടകോണാവുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധമാകാൻ സാധ്യതയുള്ളത് ഏത്.
വളരെ എളുപ്പമാണ്, കോണുകളൊന്നും കണ്ടുപിടിക്കേണ്ട. ഇവിടെ ഓപ്ഷനിൽ ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടിയിട്ട് എഴുതുക. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടിയിട്ട് എഴുതുക. ഫസ്റ്റിൽ 2 3 5, വലിയ അംശബന്ധം 6. അടുത്തതിൽ ചെറിയ അംശബന്ധം ഏതാണ്? 2 1 അല്ലെ, 2 1 3, വലിയ അംശബന്ധം 5. അടുത്തതിൽ 4 3 7, വലിയ അംശബന്ധം 7. അടുത്തതിൽ 5:2:4, ചെറിയ രണ്ട് അംശബന്ധങ്ങൾ 2ഉം 4ഉം ആണ്. കൂട്ടിയാൽ 6, വലിയ അംശബന്ധം 5. ഇനി ഇവിടെ നോക്കുക, ഈ കൂട്ടിയതും വലിയ അംശബന്ധം ഈക്വൽ ആയിട്ട് വരുന്ന ഒറ്റൊരു കേസല്ലേ ഉള്ളൂ, അതായിരിക്കും മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം. അതായത് മട്ടത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധമാണെങ്കിൽ ചെറിയ രണ്ട് അംശബന്ധങ്ങളുടെ തുക വലിയ അംശബന്ധത്തിനോട് തുല്യമായിരിക്കും. ചെറിയ രണ്ട് അംശബന്ധങ്ങളുടെ തുക വലിയ അംശബന്ധത്തിനോട് തുല്യമായിരിക്കും മട്ടത്രികോണമാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്ര? ഒരു മട്ടത്രികോണം അല്ലെ, മട്ടത്രികോണം തന്നിട്ടുണ്ട്. മട്ടത്രികോണത്തിന്റെ കോണുകൾ തന്നിട്ടുണ്ട് അല്ലെ. കോണുകൾ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്, പിന്നെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്ക് പേര് കൊടുക്കാം അല്ലെ, ABC എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം. പിന്നെ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 30 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം, അതായത് AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കോണുകൾ എന്തൊക്കെയാണ്? 30, 60, 90 അല്ലെ. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം 1:3:2 ആയിരിക്കും. അതായത് 30ന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് √3, 90ന് കറസ്പോണ്ടിങ് ആയിട്ട് 2. ഇതൊരു ജനറൽ ഫാക്ട് ആണ്, ജനറൽ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ് കേട്ടോ. 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ 1:√3:2 ആയിരിക്കും വശങ്ങളുടെ അംശബന്ധം. ഇനി ഇവിടെ 30ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര തന്നിട്ടുണ്ട്? അതായത് നമുക്ക് 30ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എടുക്കാം? 30 എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് അംശബന്ധം മാറ്റിയിട്ട് എക്സിനെ കൊണ്ട് ചെയ്യാം. 30 എന്ന് പറയുന്നത് ഒരു എക്സ് ആണ്. 30 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വശം ഒരു എക്സ് ആണ്. 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് √3x ആണ് എന്ന് എടുക്കാം. 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 2x എന്ന് എടുക്കാം കേട്ടോ, 2x. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 30 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് എത്ര തന്നിട്ടുണ്ട്? എക്സ് എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട് അല്ലേ, 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. 30 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആണ് കിട്ടി, അതായത് ഒരു എക്സ് ആ അംശബന്ധം മാറ്റി എഴുതിയേ ഉള്ളൂ കേട്ടോ. എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അംശബന്ധം മാറ്റി. അപ്പോൾ 30 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശം എക്സ് സെന്റിമീറ്റർ ആണ്. 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് √3x സെന്റിമീറ്റർ. 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് 2x സെന്റിമീറ്റർ. അതായത് ഇവിടെ ഒരു എക്സ് ആണ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ് 30 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് സെന്റിമീറ്റർ ആണ്. എക്സ് സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. എക്സ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം അല്ലേ, 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് 2x ആണ് അല്ലെ, 2x. ഇവിടെ എക്സ് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് 2 ഗുണിക്കണം എക്സ്, 2 ഗുണിക്കണം എക്സ്, 2 ഗുണിക്കണം 4, 2 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 8, 2 ഗുണിക്കണം 4 8 സെന്റിമീറ്റർ ആയിരിക്കും 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. ഇനി 60 ഡിഗ്രിക്ക് ആണെങ്കിലോ, 60 ഡിഗ്രിക്ക് √3x ആണ്. അതായത് എക്സിന് പകരം 4 കൊടുക്കുക, 4√3 ആയിരിക്കും 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പരപ്പളവാട്ടോ. വിസ്തീർണം 150 സെന്റിമീറ്റർ സ്ക്വയർ. ആ വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ എതിർമൂലയിൽ നിന്ന് ആ വശത്തിലേക്കുള്ള ലംബദൂരം, അതായത് ഒരു ത്രികോണം, ഏതോ ഒരു ത്രികോണം തന്നിട്ടുണ്ട്, അതിന്റെ ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ലംബദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ലംബദൂരം എത്രയാണെന്നാണ് ചോദ്യം. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പരപ്പളവ് തന്നിട്ടുണ്ട് അല്ലെ. പരപ്പളവ്, അതായത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. പരപ്പളവ് അതായത് വിസ്തീർണം, പരപ്പളവ് എന്നെടുക്കുക, അല്ലെങ്കിൽ വിസ്തീർണം കേട്ടോ. പരപ്പളവ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടേം പരപ്പളവ് എന്നാണ്. പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ, ഹാഫ് BH. അതായത് ഇവിടെ പരപ്പളവ് എത്രയാണ് തന്നിട്ടുണ്ട്? 180 സമം ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 30. ഇനി അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെ h തന്നെ എടുക്കാം. ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അതായത് h സമം ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം 15 എന്ന് വരും. h സമം 180/15. 180/15 എത്ര വരും? ഒരു 15 15 2 15 30 അല്ലേ, അതായത് 12 സെന്റിമീറ്റർ വരും. h എത്രയാണ്? h 12 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. h 12 സെന്റിമീറ്റർ. അതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. h എത്ര കിട്ടി? 12 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. അതായത് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കുമ്പോൾ 30 ഗുണിക്കണം 12/2 അല്ലേ, ബേസും ഹൈറ്റും കൂടി ഗുണിക്കുക, 2 കൊണ്ട് ഹരിക്കുക. 30 ഗുണിക്കണം 12 എത്ര വരും? 0 6 360/2. 360/2 എന്നത് 180 അല്ലെ. 180 തന്നെയല്ലേ പരപ്പളവുള്ളത്, വിസ്തീർണമുള്ളത്. അപ്പോൾ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിന്റെ മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നു എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലത്തിലാണ്? 25 മീറ്റർ നീളമുള്ള ഒരു തെങ്ങുണ്ട്. തെങ്ങിന്റെ ആകെ നീളം 25 മീറ്റർ ആണ്. അത് 12 മീറ്ററിൽ വെച്ച് ഒടിഞ്ഞുപോയി. ഒടിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക?
ഒടിഞ്ഞിട്ട് ഇങ്ങനെ വന്നു, നിലത്ത് കുത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ അതായത് ഈ ഒടിഞ്ഞ ഭാഗത്തിന്റെ ഈ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടില്ലേ, അപ്പൊ അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ടോട്ടലി 25 ആണ്. 12 മീറ്ററിൽ വെച്ചിട്ടാണ് ഒടിഞ്ഞു പോയത്. അപ്പൊ ബാക്കി എത്രയാ വരിക? 13 അല്ലെ? 13 മീറ്റർ ആയിരിക്കും വരിക. ഒടിഞ്ഞു പോയ ഭാഗം 13 മീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ, നിലത്ത് കുത്തിയ അറ്റം തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലത്തിലാണ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ തെങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിട്ട് ഉപയോഗിക്കാം? മട്ടത്രികോണമായിട്ട് ഉപയോഗിക്കാം അല്ലെ? തെങ്ങ് നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പോവുക, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത് തെങ്ങ് അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. മുകളിലെത്തുമ്പോൾ ഒടിവോ ചതവോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, അതായത് പെർപെൻഡിക്കുലർ. ഇത് ഏത് ടൈപ്പ് ത്രികോണാണ്? മട്ടത്രികോണാണ് അല്ലെ? നമുക്ക് പേര് കൊടുക്കാൻ വേണമെങ്കിൽ ABC എന്ന് പറയുന്ന മട്ടത്രികോണം വന്നു. ABC നമുക്ക് AB ആണ് കണ്ടുപിടിക്കേണ്ടത്. AB എന്ന് പറയുന്നത് പാദല്ലേ? പാദം. അപ്പൊ ഇവിടെ AC എന്ന് പറയുന്നത് കർണാണ്, BC ലംബാണ്, പാദം. അപ്പൊ പാദം എങ്ങനെ കണ്ടുപിടിക്കുക? പാദവർഗം സമം കർണവർഗം, കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ അല്ലെ? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം ഇവിടെ 13 ആണ്, അതായത് 13 സ്ക്വയർ മൈനസ് അല്ലെ 90 ഡിഗ്രിക്ക് എതിരെ വരുന്നതാണ് കർണം. ലംബം 12 ആണ്, 12 സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169, 12ന്റെ 144 എന്ന് വരും. എത്ര വരിക? 169 മൈനസ് 144 25 എന്ന് വരും അല്ലെ? 25. പാദവർഗ്ഗമാണ് 25. അങ്ങനെയാണെങ്കിൽ പാദം എത്രയാണ്? പാദം 25ന്റെ സ്ക്വയർ റൂട്ട് 25 5 ആണ്. പാദം സ്ക്വയർ ആണ് 25, അതായത് 5ന്റെ സ്ക്വയർ. അപ്പൊ പാദം എത്രയായിരിക്കും? പാദം 5 ആയിരിക്കും. 5 മീറ്റർ. പാദം 5 മീറ്റർ, അതായത് നിലത്ത് കുത്തിയ ഭാഗം തെങ്ങിൽ നിന്നും 5 മീറ്റർ അകലത്തിലാണ്. 5 മീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 5 മീറ്റർ. ഇതൊരു PYQ ആട്ടോ. കുറച്ച് മുന്നേ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 തവണ റിപ്പീറ്റ് ആയിട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ 2 കോണുകൾ 60 ഡിഗ്രി 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? 30, 60, 90. വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും. 1:√3:2. അപ്പൊ ഇവിടെ 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എടുക്കാം? ഒരു എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, എക്സ് യൂണിറ്റ് ആയിരിക്കും. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എടുക്കാം? √3x ആയിരിക്കും അല്ലെ? √3x. 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2x. ഇങ്ങനെയായിരിക്കും വശങ്ങൾ വരിക കേട്ടോ, വശങ്ങൾ. ഇനി ഇവിടെ മട്ടത്രികോണത്തിന്റെ കോണുകൾ 60 ഡിഗ്രി 30 ഡിഗ്രി ആണ്. അപ്പൊ നമുക്കൊരു മട്ടത്രികോണം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. 60 ഡിഗ്രി 30 ഡിഗ്രി. അപ്പൊ മറ്റേത് ഓൾറെഡി 90 ഡിഗ്രി ആണ് അല്ലെ? മട്ടത്രികോണം ആയതുകൊണ്ട്. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 4 ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് കണ്ടുപിടിക്കേണ്ടത്. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം നമുക്ക് x ആണെന്ന് കിട്ടിയ അല്ലെ? x സമം 4 എന്ന് എടുക്കുക അല്ലെ? അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എത്രയായിരിക്കും? √3 × 4, 4√3 അല്ലെ? 4√3 സെന്റിമീറ്റർ ആയിരിക്കും. 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 4√3 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 90 ഡിഗ്രിക്ക് എതിരെയുള്ളതോ? x നമുക്ക് 4 ആണെന്ന് കിട്ടിയ അല്ലെ? 2 ഗുണിക്കണം 4 8. 90 ഡിഗ്രിക്ക് എതിരെയുള്ളത് 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് കർണം ഇവിടെ 8 ആയിരിക്കും, ലംബം 4√3 ആയിരിക്കും. ലംബം 4√3, പാദം 4. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ കേസാണ്. അതിന്റെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. അപ്പോൾ വശങ്ങൾ എങ്ങനെ എടുക്കാം? 30 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശത്തിന്റെ നീളം x യൂണിറ്റ് ആയിരിക്കും. 60 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശത്തിന്റെ √3x യൂണിറ്റ് ആയിരിക്കും. 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശത്തിന്റെ നീളം 2x യൂണിറ്റ് ആയിരിക്കും. അടുത്തൊരു ഫാക്റ്റ് ആണ്. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ കോണുകൾ 45 ഡിഗ്രി 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ 2 വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. ഇവിടെ മട്ടത്രികോണം കൂടി വന്നു അല്ലെ? അതായത് മട്ടത്രികോണം എന്ന് പറയുമ്പോൾ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. സമപാർശ്വ മട്ടത്രികോണം ഒരു കോണ് 90 ഡിഗ്രി, ബാക്കി 2 കോണുകളും തുല്യമായിരിക്കും. അപ്പൊ എത്ര വീതമായിരിക്കും? 45 ഡിഗ്രി വീതമായിരിക്കും. സമപാർശ്വ മട്ടത്രികോണത്തിലെ കോണുകൾ 45 ഡിഗ്രി 90 ഡിഗ്രി വീതമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2 ആയിരിക്കും. അതായത് 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എതിർവശം 1 യൂണിറ്റ് ആയിരിക്കും. 1 യൂണിറ്റ് അല്ല, അതിന്റെ റേഷ്യോ ആട്ടോ. 1 യൂണിറ്റ്. 90 ഡിഗ്രിക്ക് എതിരെ വരുന്നത് √2. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 45 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം 1x ആയിട്ട് എടുക്കാം. 1x യൂണിറ്റ്. 45 ഡിഗ്രിക്ക് എതിരെ വരുന്നത് 1x, 90 ഡിഗ്രിക്ക് എതിരെ വരുന്നത് √2x യൂണിറ്റ്. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതായത് 45 ഡിഗ്രിക്ക് എതിരെ വരുന്നത്, ഇപ്പൊ x എന്ന് പറയുന്നത് ഒരു 2 യൂണിറ്റ് ആണെങ്കിൽ 45 ഡിഗ്രിക്ക് എതിരെ വരുന്നത് 2, 45 ഡിഗ്രിക്ക് എതിരെ വരുന്നത് 2, 90 ഡിഗ്രിക്ക് എതിരെ വരുന്നത് 2√2 ആയിരിക്കും എക്സിന്റെ യൂണിറ്റ്. അത് പ്രോബ്ലം വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഈ ഒരു 2 ഫാക്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ വലിയ വശം 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞ ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ വലിയ വശം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? കർണം 10 ആണ് തന്നിട്ടുണ്ട് അല്ലെ? കർണം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ചെറിയ വശത്തിന്റെ നീളം, അപ്പോൾ
സമപാർശ്വ മട്ടത്രികോണാണെങ്കിൽ അതിന്റെ കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതിന്റെ വശങ്ങളുടെ അംശബന്ധം 1:2 അതായത് ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എക്സ് എതിരെ വരുന്ന വശങ്ങളെ എക്സ് യൂണിറ്റ് √2x അല്ലെ √2x എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചെറിയ വശത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ വശം അതായത് 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം വലിയ വശം എത്രയാണ് തന്നിട്ടുണ്ട്? വലിയ വശം 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ വശം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് കണ്ടുപിടിച്ചാൽ ചെറിയ വശം ആകൂലേ? ഇവിടെ √2x = 10 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സമം എത്രയായിരിക്കും? എക്സ് സമം 10/√2 10/√2. ഈ √2 എങ്ങനെയാണ് ഒഴിവാക്കുക? √2 എന്ന് പറയുന്നത് √2 ഗുണിക്കണം √2 എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ഞാൻ അംശത്തിലും ഛേദത്തിലും ഒരു √2 കൊണ്ട് ഗുണിക്കുക കേട്ടോ. √2 ഇവിടെയും ഒരു √2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ വാല്യൂ വ്യത്യാസം വരില്ലല്ലോ. അപ്പോൾ ഇവിടെ 10√2 വരും. √2 ഗുണിക്കണം √2 2. അതായത് 10√2/2 എന്ന് വരും. ഈ 2 ഒന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? 5 വരും. അപ്പോൾ എക്സ് സമം 5√2 5√2. അതായത് ചെറിയ വശം എത്രയായിരിക്കും? 5√2 സെന്റിമീറ്റർ 5√2 സെന്റിമീറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ എക്സ് യൂണിറ്റ് അല്ലെ? സമപാർശ്വ മട്ടത്രികോണാണ്. അപ്പൊ പാദവും ലംബവും സെയിം ആയിരിക്കും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അതായത് കർണവർഗം 10 ആണ്. കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. പാദവും ലംബവും എക്സ് ആണ്. അപ്പോൾ x² + x². ഇവിടെ എത്ര x² ഉണ്ട്? 2x² അല്ലെ? 2x² സമം 100 എന്ന് കിട്ടി അല്ലെ? 10² 100 ആണ്. അങ്ങനെയാണെങ്കിൽ x² സമം 100/2 50 എന്ന് വരും അല്ലെ? x² 50 ആണ്. അപ്പോൾ x സമം √50. √50 എങ്ങനെയാ ചേഞ്ച് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ? 50നെ നോക്കുക, 5 വരും. എത്ര വരും? 10 വരും അല്ലേ? വീണ്ടും 5 2 ഗ്രൂപ്പ് ചെയ്യുക അല്ലേ? 5ന് മാത്രമേ ഗ്രൂപ്പ് ഉള്ളൂ. അപ്പോൾ 5നെ ഔട്ട് സൈഡ് എടുക്കുക, 2ന് ഗ്രൂപ്പ് ചെയ്യാനില്ല. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. 5√2. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക കേട്ടോ. 5√2. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ √2 വരുന്നതുകൊണ്ടാണ് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായത് ഫസ്റ്റ് മെത്തേഡ്. വേറെ ഏതെങ്കിലും നമ്പറൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിലെ തുല്യമായ വശങ്ങൾ 10 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം. തുല്യമായ വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതായത് സമപാർശ്വ മട്ടത്രികോണം എന്ന് പറയുമ്പോൾ കോണുകൾ ഏതൊക്കെയായിരിക്കും? 45 45 90. അതായത് അതിന്റെ കറസ്പോണ്ടിങ് വശങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് എക്സ് √2x. അപ്പോൾ തുല്യമായ വശങ്ങൾ 10 സെന്റിമീറ്റർ, അതായത് എക്സ് 10 തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ളത് √2x. അതായത് 90 ഡിഗ്രിക്ക് എതിരെയുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? √2 ഗുണിക്കണം x നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 10√2 ആയിരിക്കും. ഇങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? തുല്യമായ വശങ്ങൾ 10 10 തന്നിട്ടുണ്ട് അല്ലെ? 10 അങ്ങനെയാണെങ്കിൽ കർണ്ണാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർണം സമം കർണവർഗം അല്ലെ? കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗമാണ്. പാദവർഗം 10 ആണ്. 10ന്റെ വർഗം 100 + 100 100 + 100 എത്ര വരും? 200 എന്ന് വരും അല്ലെ? 200. കർണവർഗമാണ് 20 200. അപ്പോൾ കർണം സമം √200 എന്ന് വരും അല്ലെ? √200. അപ്പോൾ 200 നമുക്ക് എങ്ങനെ എഴുതാം? 2 100 എന്ന് വരും അല്ലെ? 100 എന്ന് പറയുമ്പോൾ 10 ഗുണിക്കണം 10 ആണല്ലോ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാനുണ്ട് അല്ലെ? 10ഉം 10ഉം ഗ്രൂപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കുക. 2ന് ഗ്രൂപ്പ് ചെയ്യാനില്ല. അപ്പോൾ √2. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെയായിട്ട്. കാരണം 10√2. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്രയാണ്? 10√2. അത്രയും സെന്റിമീറ്റർ. നമ്മൾ ഇതുവരെ മട്ടത്രികോണത്തിന്റെ പരപ്പളവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അല്ലെ? ഇനി സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് പരിചയപ്പെടാം. അതിനു മുന്നേ സമഭുജ ത്രികോണം, സമഭുജങ്ങൾ അതായത് ഭുജങ്ങൾ, വശങ്ങളെല്ലാം തുല്യമായ ത്രികോണമാണ് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും 60 ഡിഗ്രി വീതം. 3 വശങ്ങളും 3 കോണുകളും തുല്യമായ ത്രികോണം. ഇനി 3 കോണുകൾ തുല്യമാണെങ്കിൽ എന്തായിരിക്കും? വശങ്ങൾ തുല്യമായിരിക്കും. വശങ്ങളും തുല്യമായിരിക്കും അല്ലെ? അപ്പോൾ 3 വശങ്ങളും 3 കോണുകളും തുല്യമായ ത്രികോണമാണ് സമഭുജ ത്രികോണം. ഇനി സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ എല്ലാ വശത്തും എത്ര തന്നെയായിരിക്കും? എ യൂണിറ്റ് തന്നെയായിരിക്കും അല്ലെ? എ അല്ലെ? 3 വശങ്ങളും തുല്യമല്ലേ? അപ്പോൾ സെയിം യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക? സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എ കൂട്ടണം ചുറ്റുള്ള അളവ് അല്ലെ? അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓടിയിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തുകയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ചുറ്റുള്ള അളവ് കൂട്ടിയാൽ ചുറ്റളവ് കിട്ടും. a + a + a 3 തവണ a കൂട്ടുക, അതായത് 3a ആണ് ചുറ്റളവ് വരിക. ചുറ്റളവ് 3a. a കൂട്ടണം a കൂട്ടണം a 3. ഒരു 2 യൂണിറ്റ് ആണെങ്കിൽ ചുറ്റളവ് എന്താ വരിക? 2 കൂട്ടണം 2 കൂട്ടണം 2 6 സെന്റിമീറ്റർ വരും അല്ലെ? 10 സെന്റിമീറ്റർ ആണ് സമഭുജ ത്രികോണത്തിന്റെ ഒരു വശങ്ങളിൽ ചുറ്റളവ്. 10 + 10 + 10 30 സെന്റിമീറ്റർ എന്ന് വരും അല്ലെ? സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 3 × വശം. a എന്ന് പറയുന്നത് വശമാണ് 3a.
അടുത്തത് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ ഉള്ളിൽ വരുന്ന അളവ് കേട്ടോ. ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലൈൻ ഇല്ലേ, ആ ലൈൻ നീർത്തി വെച്ചാൽ അതിന്റെ ലെങ്ത് എത്രയാണോ അതാണ് ചുറ്റളവ്. ഇനി അതിന്റെ ഉള്ളിലുള്ള അളവാണ് പരപ്പളവ് എന്ന് പറയുന്നത്. പരപ്പളവ്. അപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഒരു ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് അതിന് കണ്ടുപിടിക്കാൻ വലിയ മെത്തേഡ് ഉണ്ട്, പക്ഷേ ലെങ്തി പ്രൂഫ് ഒക്കെയാണ്. നമുക്ക് PSCക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടണം അല്ലേ. അപ്പൊ അതിന്റെ പരപ്പളവ്, ചുറ്റളവ് 3a ആണെന്ന് പഠിച്ചു അല്ലെ. അത് നമുക്ക് അതും കൂടി വേണമെങ്കിൽ ഇവിടെ എഴുതാം. ചുറ്റളവ് സമം 3 ഗുണിക്കണം a, 3a. ഇനി പരപ്പളവ് വേണ്ടത് അല്ലെ. പരപ്പളവ് അഥവാ ഏരിയ. പരപ്പളവ് എന്നത് √3a²/4. ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് √3a²/4. √3a²/4. അതുപോലെ തന്നെ ഉന്നതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ലെങ്ത് ആണ് ഉന്നതി എന്ന് പറയുന്നത് അല്ലെ. ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഉന്നതി എന്ന് പറയുന്നത്. ഉന്നതി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഉന്നതി സമം √3a/2. ഉന്നതി √3a/2. ഇത് 3 ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ചുറ്റളവ് 3a, പരപ്പളവ് √3a²/4. a എന്ന് പറയുന്നത് വശാട്ടോ. a എന്ന് പറയുന്നത് ഒരു വശത്തിന്റെ നീളം. ഉന്നതി √3a/2. ഉന്നതി എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അതായത് ഒരു വശത്തിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഉന്നതി, ഹൈറ്റ്, ലംബ ദൂരം എന്നൊക്കെ പറയും. ഉന്നതി √3a/2. ഇനി ഇതുമായി കണക്ട് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആയാൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പരപ്പളവ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പരപ്പളവിന്റെ ഇക്വേഷൻ എന്താണ്? പരപ്പളവ് എന്ന് പറയുന്നത് √3a²/4 ആണ് അല്ലെ. √3a²/4. ഇവിടെ a എന്ന് പറയുന്നത് വശമാണ്, വശം തന്നിട്ടുണ്ട് അല്ലെ. √3 × 10²/4. എത്ര വരും? √3 × 10² 100 ആണ് അല്ലെ. 100/4. 4 100 25 ആണ് അല്ലെ. 25. സിംപ്ലിഫൈ ചെയ്താൽ 25 കിട്ടും. അതായത് 25 √3 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. 25 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 25 √3. ഇത് സെന്റിമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് 25 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതിന്റെ ഉന്നതി എത്രയായിരിക്കും വരിക? ഉന്നതിയും ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. അതായത് ലംബദൂരം എന്ന് പറയുന്നത് ഉന്നതി സമം √3a/2 ആണ് അല്ലെ. ഇവിടെ √3 × a എന്ന് പറയുന്നത് 10 ആണ്. 10/2. സിംപ്ലിഫൈ ചെയ്താൽ 5 വരും. അതായത് 5 √3 ആയിരിക്കും ആൻസർ. 5 √3. ഇനി √3ന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതായത് √3 1.73 ആണ് √3 വരുന്നത്. അത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷനിൽ ബ്രാക്കറ്റിൽ തരും √3ന്റെ വാല്യൂ എന്നതാണെന്ന് തരും. അങ്ങനെ തരികയാണെങ്കിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഓപ്ഷനിൽ ഇപ്പോൾ √3 അതേപടിയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പരപ്പളവ് സമം √3a²/4 = √3 × a², 8 × 8 അല്ലേ, അങ്ങനെ എഴുതി കേട്ടോ, /4. സിംപ്ലിഫൈ ചെയ്താൽ 2 4 8. അപ്പോൾ എത്ര വരും? 16. 2 8 16 അല്ലേ. 16 √3 സെന്റിമീറ്റർ സ്ക്വയർ. പരപ്പളവ് 16 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 16 √3. അടുത്തത് ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 4 √3 സെന്റിമീറ്റർ ആയാൽ ശീർഷത്തിൽ നിന്നും എതിർവശത്തിലേക്കുള്ള ഉയരം. ശീർഷത്തിൽ നിന്നും അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലംബ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഉന്നതി. ഒരു വശം 4 √3 ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശീർഷം. അതിന്റെ ശീർഷത്തിൽ നിന്നും എതിർവശത്തിലേക്കുള്ള ലംബ ദൂരം. അതായത് ഇതാണ് ഉന്നതി എന്ന് പറയുന്നത് കേട്ടോ. ഉന്നതി അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ലംബ ദൂരം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ h അല്ലെ, ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഉന്നതി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഉന്നതി സമം √3a/2 ആണ് അല്ലെ. √3a/2. √3 × a എന്ന് പറയുന്നത് ഇവിടെ വശമാണ്. വശം എത്രയാണ്? 4 √3 അല്ലെ. 4 √3/2. ഇനി √3 × √3 3 എന്ന് വരും അല്ലെ. 3 × 4/2. സിംപ്ലിഫൈ ചെയ്താൽ 2 വരും. എത്ര വരിക? 3 ഗുണിക്കണം 2 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ആയിരിക്കും ഉന്നതി. 6 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. 12 സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ ഉന്നതി സമം എന്താണ് ഇക്വേഷൻ? √3a/2. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. √3 × a 12 ആണ് /2. 6 2 12. എത്രയാണ് വരിക? 6 √3. അത്രയും ഉന്നതിയാണ്. അപ്പോൾ സെന്റിമീറ്ററിലായിരിക്കും കേട്ടോ. 6 √3. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6 √3 സെന്റിമീറ്റർ. ഡയറക്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഉന്നതി √3a/2. പരപ്പളവ് √3a²/4. അടുത്ത ക്വസ്റ്റ്യൻ. 16 √3 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? വശം കണ്ടുപിടിക്കാം അല്ലെ. അതായത് പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക?
പരപ്പളവ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് √3 a²/4 ആണ് അല്ലെ. പരപ്പളവ് എത്രയാണ് തന്നിട്ടുണ്ട്? 16√3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 16√3 സമം √3 a²/4. സിംപ്ലിഫൈ ചെയ്യുക. ഈ √3 ക്യാൻസൽ ചെയ്യുക. 4 ഹരിക്കണം 4 ഗുണിക്കണം 4 ആകും. അപ്പൊ എന്ത് വരും? a² സമം 16 ഗുണിക്കണം 4 എത്രയാണ് വരിക? 64 എന്ന് വരും അല്ലെ. a² 64. അങ്ങനെയാണെങ്കിൽ a എത്രയാണ്? 8 8 64. അപ്പോൾ a സമം 8. വശം 8 കിട്ടി. വശമാണ് ഇവിടെ വേണ്ടത് അല്ല അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? ചുറ്റളവാണ് വേണ്ടത്. ചുറ്റളവ് എന്ന് പറയുന്നത് 3 കൂടി കൂട്ടുക അല്ലെ. സമഭുജ ത്രികോണാണ്. ഒരു വശം 8, അടുത്ത വശവും 8, അടുത്ത വശവും 8. അപ്പോൾ ചുറ്റളവ് 3 8 24. 24 സെന്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ് വരുന്നത്. 24 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 24 സെന്റിമീറ്റർ. ചുറ്റളവ് 24 സെന്റിമീറ്റർ. ഇപ്പൊ പരപ്പളവാണ് തന്നിരിക്കുന്നത്. പരപ്പളവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വശം കണ്ടുപിടിക്കുക. വശത്തിനെ 3 തവണ ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 60 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. 60 സെന്റിമീറ്റർ ചുറ്റളവാണ് അല്ലെ. അപ്പൊ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ചുറ്റളവ് സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 3a ആണ് അല്ലെ. 3 ഗുണിക്കണം വശം അല്ലെ. 3 തവണ വശം കൂട്ടുക. അതായത് 3 ഗുണിക്കണം വശം സമം ആണ് 60 തന്നിരിക്കുന്നത്. അപ്പൊ വശം എത്ര കിട്ടും? വശം 60/3 20 സെന്റിമീറ്റർ. അപ്പോൾ ഒരു വശം കിട്ടിയല്ലേ. വശം കിട്ടിയാൽ പരപ്പളവ് കണ്ടുപിടിച്ചോളെ. പരപ്പളവിന്റെ ഇക്വേഷൻ ഉണ്ടല്ലേ. പരപ്പളവ് സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് സമം √3 a²/4. √3 a²/4. ദാറ്റ് ഈസ് √3 ഇൻറ്റു a² എന്ന് പറയുമ്പോൾ 20 ഗുണിക്കണം 20 ഗുണിക്കണം 20/4. എത്ര വരും? 5 4 20 അല്ലെ. 5 ഗുണിക്കണം 20 100. അതായത് 100 √3 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. 100 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. ചുറ്റളവാണ് തന്നിരിക്കുന്നത്. ചുറ്റളവിനെ 3 കൊണ്ട് ഹരിക്കുക. ചുറ്റളവിനെ 3 കൊണ്ട് ഹരിച്ചാൽ വശം കിട്ടും. വശം കിട്ടിയാൽ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരപ്പളവ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 മീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും കുട്ടി നടക്കുകയാണ്. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എത്ര ചുവട് വയ്ക്കേണ്ടി വരും? അതായത് ഒരു സമഭുജാകൃതിയിലുള്ള ഒരു മൈതാനം ഉണ്ട് അല്ലെ. അപ്പൊ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം 30 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് എല്ലാ വശവും 30 മീറ്റർ ആയിരിക്കും. സമഭുജാകൃതിയായ മൈതാനമാണ്. ഇനി എന്ത് ചെയ്യുക? ഒരു കുട്ടി നടന്നു തുടങ്ങുക അല്ലെ. ഒരു കുട്ടിക്ക് ഒരു ചുവട് വെച്ചു. ഒരു കുട്ടിയുണ്ട് ഇവിടെ. ആ കുട്ടി ഒരു ചുവട് വെച്ചു. ഒരു ചുവട് വെച്ചപ്പോൾ എത്ര? 60 സെന്റിമീറ്റർ ആണ് ഒരു ചുവട് വയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ മൈതാനത്തിനും ചുറ്റും കുട്ടി നടക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് എത്ര ചുവട് വയ്ക്കേണ്ടി വരുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ മൈതാനത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം അല്ലെ. ചുറ്റളവിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പൊ ചുവടുകളുടെ എണ്ണം കിട്ടുമല്ലോ. അപ്പൊ ചുറ്റളവ് കണ്ടുപിടിക്കാം. മൈതാനത്തിന്റെ ചുറ്റളവ് ചുറ്റുമുള്ള അളവ് അല്ലെ. അതായത് 3 അളവും കൂടി കൂട്ടുക. 30 + 30 + 30 90. എന്താ യൂണിറ്റ് മീറ്റർ ആട്ടോ. 90 മീറ്റർ. പക്ഷെ കുട്ടി ഇവിടെ ചുവട് വെച്ചിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലെ. 60 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ 90 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. രണ്ടും സെയിം യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 90 മീറ്ററിനെ എങ്ങനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? 90 ഗുണിക്കണം 100 അത്രയും സെന്റിമീറ്റർ. 90 ഗുണിക്കണം 100 9000 അല്ലെ. 9000 സെന്റിമീറ്റർ എന്ന് വരും. 9000 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചുവടുകളുടെ എണ്ണം നമുക്ക് ഇനി കണ്ടുപിടിച്ചൂടെ? ചുവടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9000 ഹരിക്കണം 60 ആണ്. ചുവടുകളുടെ എണ്ണം സമം 9000 ഹരിക്കണം 60. 0 ക്യാൻസൽ ചെയ്ത് കളയുക. എത്ര വരും? 150 അല്ലെ. എത്ര ചുവട് വെക്കേണ്ടി വരും? ഒരു സർക്കിൾ പൂർത്തിയാക്കാൻ വേണ്ടി. അതായത് ത്രികോണത്തിന്റെ ചുറ്റും നടക്കാൻ വേണ്ടിയിട്ട് എത്ര ചുവട് വയ്ക്കേണ്ടി വരും? 150 ചുവട് വയ്ക്കേണ്ടി വരും. 150 ചുവട് വയ്ക്കേണ്ടി വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 150 ചുവട്. അടുത്തത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം എന്നാൽ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. അതായത് രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. അപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് എ എന്നെടുക്കുക. തുല്യമായ വശങ്ങൾ ബി എന്നെടുക്കുക. തുല്യമായ വശങ്ങൾ എ എന്നെടുക്കുക. അപ്പൊ ചുറ്റളവ് എത്രയാ വരിക? ചുറ്റളവ് സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് 3 കൂടി കൂട്ടുക അല്ലെ. b + a അതായത് b + 2a. തുല്യമല്ലാത്ത വശം +2 ഗുണിക്കണം തുല്യമായ വശം. ഇങ്ങനെയാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. ചുറ്റുള്ള അളവ് കൂടി കൂട്ടിയാൽ മതി. സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെ. ചുറ്റളവ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചുറ്റളവ് ഇത് എയും ഇത് ബി. തുല്യമായ വശങ്ങൾ എ ആണെങ്കിൽ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ചുറ്റളവ് സമം 2a + b ആണ് ചുറ്റളവ് അല്ലെ. എ എന്ന് പറയുന്നത് തുല്യമായ വശം, ബി തുല്യമല്ലാത്ത വശം. ഇനി സമപാർശ്വ ത്രികോണത്തിന്റെ ഉന്നതി. സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ കേട്ടോ. അതിന്റെ ഉന്നതി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ബി എന്ന് പറയുന്ന വശം തന്നിരിക്കുന്നതായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഉന്നതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉന്നതി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ബൈ ഹാർട്ട് ചെയ്യുക. വേറെ കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഒന്നുമില്ല. ½ ×
4a² മൈനസ് b². ഹാഫ് ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². എ എന്ന് പറയുന്നത് തുല്യമായ വശം, ബി തുല്യമല്ലാത്ത വശം. അതുപോലെ സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ ഉള്ളിൽ വരുന്ന ഈ അളവിനെയാണ് പരപ്പളവ് എന്ന് പറയുന്നത് കേട്ടോ. ത്രികോണത്തിന്റെ ഉള്ളിൽ വരുന്ന കംപ്ലീറ്റ് അളവിന് അതിനെയാണ് പരപ്പളവ്. അപ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് b/4 ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². 4a² മൈനസ് b² ആണ് സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? തുല്യമായ വശം കേട്ടോ. തുല്യമായ വശങ്ങൾ, തുല്യമായ വശം. എ ആണ് തുല്യമായ വശം, ബി എന്ന് പറയുന്നത് തുല്യമല്ലാത്ത വശം. ബി തുല്യമല്ലാത്ത വശം. എ തുല്യമായ വശം, ബി തുല്യമല്ലാത്ത വശം. സമപാർശ്വ ത്രികോണത്തിന്റെ ഉന്നതി ഹാഫ് ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². പരപ്പളവ് b/4 ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാദം 24 സെന്റിമീറ്റർ, തുല്യമായ വശങ്ങൾ 13 സെന്റിമീറ്റർ വീതം ആയാൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പരപ്പളവിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതാവുന്നതാണ് കേട്ടോ. പരപ്പളവ് ആ ഇക്വേഷൻ അറിയെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പരപ്പളവ് b/4 ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². b/4 ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². ഇവിടെ എയും ബി എന്താണെന്ന് എടുത്ത് എഴുതാം. എ എന്ന് പറയുന്നത് തുല്യമായ വശം അല്ലെ. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയാണ്? തുല്യമായ വശം 13 ആണ്. ബി തുല്യമല്ലാത്ത വശം 24. ഇവിടെ ഇക്വേഷനിൽ എങ്ങനെ വരും? 24/4 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 13 ആണ്. 13² മൈനസ് 24². 6 4 24 അല്ലെ. 6 വരും. റൂട്ട് 4 ഗുണിക്കണം 13. 169 ആണ്. 169 ഇൻറ്റു 4 676 വരും കേട്ടോ. 676 മൈനസ് 24ന്റെ സ്ക്വയർ 576. 576 ആണ് 24ന്റെ സ്ക്വയർ വരിക. സമം 6 ഇൻറ്റു റൂട്ട് 100 വരും. 676 മൈനസ് 576 റൂട്ട് 100 ആണ് വരിക. റൂട്ട് 100 എന്നത് 10 ആണ്. അതായത് 6 ഇൻറ്റു 10. 6 ഇൻറ്റു 10 60. പരപ്പളവ് എത്രയാണ് വരിക? 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പോൾ പരപ്പളവിന്റെ ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പരപ്പളവ് സമം b/4 ഇൻറ്റു റൂട്ട് 4a² മൈനസ് b². എ എന്ന് പറയുന്നത് തുല്യമായ വശം, ബി തുല്യമല്ലാത്ത വശം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ 8 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ എന്നുള്ള സമപാർശ്വ മട്ടത്രികോണം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. തൊട്ട് മുന്നേയുള്ള സ്ലൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോണുകൾ എന്തൊക്കെയായിരിക്കും? 45 45 90 ആയിരിക്കും അല്ലെ. സമപാർശ്വ മട്ടത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമായ മട്ടത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമായ മട്ടത്രികോണമാണ് സമപാർശ്വ മട്ടത്രികോണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. 45 45 90. റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. 1:1:√2. അപ്പൊ ഇവിടെ തുല്യമായ വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് 45ന്റെ എതിരെയുള്ള വശം x യൂണിറ്റ് ആയിട്ട് എടുക്കുക. x യൂണിറ്റ് ഇത് റൂട്ട് 2x. തുല്യമായ വശം തന്നിട്ടുണ്ട് 8 ആണ്. 8 8. അപ്പൊ 90 ഡിഗ്രിക്ക് എതിരെയുള്ളത് 8√2 ആയിരിക്കും. 8√2. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 8√2. ഇല്ലെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. തുല്യമായ വശങ്ങൾ 8 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർണവർഗം സമം കർണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. കർണവർഗം സമം പാദവർഗം. പാദം 8 ആണല്ലേ. 8² പ്ലസ് ലംബവും 8 ആണ്. 8 8 64. അതായത് 64 പ്ലസ് 64 എത്ര വരും? 8 128 എന്ന് വരും അല്ലെ. കർണവർഗം സമം 128. കർണം കണ്ടുപിടിക്കുക. കർണം സമം റൂട്ട് 128. റൂട്ട് 128 ആണ്. അതായത് റൂട്ട് 2 ഇൻറ്റു 64. 8 8 64. അതായത് ഇവിടെ എന്ത് കിട്ടും? 8√2 എന്ന് കിട്ടും കേട്ടോ. കാരണം 8√2. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം ഈ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും റേഷ്യോ ഉപയോഗിച്ചിട്ട്. ഇതേപോലെ x എന്നാക്കി എടുത്താൽ വളരെ എളുപ്പത്തിൽ ആ എക്സിന്റെ വാല്യൂ അവിടെ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 8√2 സെന്റിമീറ്റർ ആയിരിക്കും. 8√2 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്ര? 10 സെന്റിമീറ്റർ. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ അല്ലെ. സമപാർശ്വ മട്ടത്രികോണമാണ്. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ 10 10 ആണെങ്കിൽ അതിന്റെ പരപ്പളവ്. അപ്പോൾ ഇവിടെ സമപാർശ്വ ത്രികോണത്തിന്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. മട്ടത്രികോണത്തിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി. അപ്പോൾ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് നമുക്കറിയാം അല്ലെ. പരപ്പളവിടെ സമപാർശ്വം എന്ന് കേട്ടോണ്ട് നിങ്ങളായിരിക്കും സമപാർശ്വ ത്രികോണത്തിന്റെ ഉപയോഗിക്കണമെന്ന്. വേണ്ട, ഇവിടെ മട്ടത്രികോണം കൂടിയാണ്. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അതായത് ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി. ലംബവശങ്ങൾ ഇവിടെ തുല്യമാണ്. അതായത് 10 ഗുണിക്കണം 10/2. ലംബവശങ്ങൾ 10 ഗുണിക്കണം 10/2. 5 വരും. 50 അല്ലെ. 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും സമപാർശ്വ മട്ടത്രികോണത്തിന്റെ പരപ്പളവ്. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 50 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് വിഷമഭുജ ത്രികോണം, സ്കേലൈൻ ട്രയാങ്കിൾ. അതായത് 3 വശവും വ്യത്യസ്തമായി വരുന്ന ത്രികോണമാണ് വിഷമഭുജ ത്രികോണം, സ്കേലൈൻ ട്രയാങ്കിൾ. A B C 3 വശവും വ്യത്യസ്തമായിട്ട് വരിക. A B C
സി യൂണിറ്റ്, എ യൂണിറ്റ്, ബി യൂണിറ്റ്, സി യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ വരുന്ന ത്രികോണമാണ് വിഷമഭുജ ത്രികോണം, സ്കെയിലൈൻ ട്രയാങ്കിൾ. വിഷമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്, ബൈഹാർട്ട് ചെയ്ത് വെക്കുക. വിഷമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ സമം റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇനി ഇവിടെ എസ് എന്താണെന്ന് അറിയണം അല്ലെ, എയും ബിയും സിയും 3 വശങ്ങളുടെ നീളങ്ങൾ. എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അതായത് ചുറ്റളവിന്റെ പകുതിയാണ് എസ്. എസ് എന്നത് ചുറ്റളവിന്റെ പകുതിയാണ്, എസ് എന്നത് ചുറ്റളവിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതിയാണ് എസ്. വിഷമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ, അതായത് വിസ്തീർണം, സമം റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതി, അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ത്രികോണത്തിന്റെ പരപ്പളവും ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, അതായത് വിഷമഭുജ ത്രികോണമാണ് അല്ലെ. ത്രികോണത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് നമുക്കൊരു ത്രികോണം വരക്കാം. 7, 8, 9 ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പരപ്പളവിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പരപ്പളവിന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഫസ്റ്റ് എസ് കണ്ടുപിടിക്കണം അല്ലെ. എസ് എങ്ങനെ കണ്ടുപിടിക്കുക? എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതി, അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് എസ്. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ചുറ്റളവാണ്, അതായത് ഇവിടെ 7 കൂട്ടണം 8 കൂട്ടണം 9 ബൈ 2 വരും. എത്ര വരും? 24 വരും അല്ലെ. 24 ബൈ 2 12. എസ് 12 ആണ്, എസ് 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? പരപ്പളവിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് പരപ്പളവിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് എസ് എന്ന് പറയുന്നത് 12 ആണ് അല്ലെ. 12 ഇൻറ്റു അടുത്തത് എസ് മൈനസ് എ, 12 മൈനസ് 7, അടുത്തത് 12 മൈനസ് 8, അടുത്തത് 12 മൈനസ് 9 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12 ഇൻറ്റു 12 മൈനസ് 7 എത്രയാണ്? 5 ആണ് വരിക അല്ലെ. 5 ഇൻറ്റു 12 മൈനസ് 8 4, 12 മൈനസ് 9 3 എന്ന് വരും. ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 12 എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 3 ആണല്ലേ. 4 3 12 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3. ഇനി ഇവിടെ ഗ്രൂപ്പ് നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2 ആയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നിന്ന് ഔട്ട് സൈഡ് എടുക്കുക, റൂട്ട് നിന്ന് ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ 4 ഉണ്ട് അല്ലേ, 4 അപ്പോൾ നമുക്ക് ആ റൂട്ട് നിന്ന് ഔട്ട് സൈഡ് എടുക്കുക, ഒരു 4 വരും. അതുപോലെ തന്നെ 3 ഉണ്ട്, ഒരു 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇസ് ഈക്വൽ ടു ബാക്കി റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്, ബാക്കി എത്രയാണ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്? നമ്മൾ 4 ഔട്ട് സൈഡ് എടുത്ത് 3 ഔട്ട് സൈഡ് എടുത്ത്, ബാക്കി റൂട്ടിൻ്റെ ഉള്ളിൽ 5 ആണുള്ളത്. അതായത് 4 3 12, 12 റൂട്ട് 5, 12 റൂട്ട് 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ പരപ്പളവ്. 12 റൂട്ട് 5, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 12 റൂട്ട് 5 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രികോണത്തിന്റെ വശങ്ങൾ 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പഴയ ടേമാണ്. ഇപ്പോൾ പറയുന്നത് പരപ്പളവ്. ഈ വിസ്തീർണം പരപ്പളവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏരിയ കേട്ടോ, ഏരിയ. അതായത് ഒരു ത്രികോണം തന്നിട്ടുണ്ട്, ഇത് റഫായിട്ട് വരച്ചതാ കേട്ടോ. അപ്പോൾ 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് വശങ്ങൾ. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലെ. എസ് മൈനസ് സി. എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതി, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് എസ് വരുന്നത്. അപ്പൊ ഇവിടെ വരിക 13 പ്ലസ് 14 പ്ലസ് 15 ബൈ 2. എത്ര വരിക? 13 പ്ലസ് 14 പ്ലസ് 15 42 ആണല്ലേ. 42 ബൈ 2 21 വരും. എസ് എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ നമുക്ക് ഏരിയ എങ്ങനെ എഴുതാം? ഏരിയ സമം റൂട്ട് ഓഫ് 21 എസ് ഇൻറ്റു എസ് മൈനസ് എ അല്ലെ. 21 മൈനസ് 13 ഇൻറ്റു 21 മൈനസ് 14 ഇൻറ്റു 21 മൈനസ് 15 എന്ന് വരും. എ ഈക്വൽ ടു റൂട്ട് ഓഫ് 21 ഇൻറ്റു 21 മൈനസ് 13 എത്രയാണ് വരുന്നത്? 8 വരും അല്ലേ. ഇൻറ്റു 8, 21 മൈനസ് 14 7 വരും, 7. അടുത്തത് 21 മൈനസ് 15 6 എന്ന് വരും അല്ലേ. അപ്പോൾ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് 21 എങ്ങനെ എഴുതാം? 7 3 ആണ് 21, 7 3. അതുപോലെ 8 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 2, അല്ലെങ്കിൽ നമുക്ക് 2 ഗുണിക്കണം 2 തന്നെ എടുത്ത് എഴുതാം കേട്ടോ. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഇൻറ്റു 7 ഇൻറ്റു
6നെ 3 ഗുണിക്കണം 2 എന്നെടുത്ത് എഴുതാം അല്ലേ. ഇനി 2 ഉള്ളതിനൊക്കെ പെയർ ആക്കിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുക എഴുതുക. 7 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. 3 ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് സൈഡ് റൂട്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ 2 റൂട്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. അടുത്ത 2 റൂട്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. എല്ലാ നമ്പേഴ്സും ആയില്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 7 3 21 21 × 4 84 വരിക അല്ലേ. 84 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ എത്രയാണ്? അതായത് വിസ്തീർണം, പരപ്പളവ് എന്നൊക്കെ പറയുന്നത് 84 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? പിന്നെ മട്ടത്രികോണത്തിന്റെ പഠിച്ചായിരുന്നു, സമഭുജ ത്രികോണത്തിന്റെ പഠിച്ചു, സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം പഠിച്ചു. ഇപ്പോൾ വിഷമഭുജ ത്രികോണത്തിന്റെ വിഷമഭുജം അല്ലെങ്കിൽ സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ, അതിന്റെ ഏരിയ, വിസ്തീർണം, പരപ്പളവ് എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? A = √(s × s - a × s - b × s - c). s എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചുവടെ വരച്ചിരിക്കുന്ന രണ്ടോ ചിത്രങ്ങളിൽ AB = QR, AB എന്ന വശവും QR ഈക്വൽ ആണ്. BC = RP, BC എന്ന് പറയുന്ന വശവും RP എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. അതുപോലെ CA എന്ന് പറയുന്ന വശവും PQ എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്രികോണം ABCയിലെ കോൺ സിയും ത്രികോണം PQRലെ കോണുകളും കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രികോണം ABCയിലെ കോൺ സി എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക അല്ലെ. ഏതൊരു ത്രികോണത്തിലെയും 3 കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് കോൺ സി എങ്ങനെ എഴുതാം? കോൺ സി = 180 എന്ന് ബാക്കി 2 കോണുകളും മൈനസ് ചെയ്യുക അല്ലെ. 40 + 60 മൈനസ് ചെയ്യുക. 180 - 100 എന്ന് വരും. 180 - 100 80 ഡിഗ്രി. അപ്പോൾ കോൺ സി എത്ര കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. കോൺ സി 80. ഇനി നമുക്ക് ത്രികോണം PQRലെ എല്ലാ കോണും കണ്ടുപിടിക്കണം. ഒരു കോണും തന്നിട്ടില്ല അല്ലെ. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് ത്രികോണം ABCയിലെ 3 വശങ്ങൾ ത്രികോണം PQRലെ 3 വശങ്ങളോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് AB = RQ ആണ്, BC = PR ആണ്, AC = PQ ആണ്. അങ്ങനെയാണെങ്കിലും ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യമാണ്. സർവ്വസമ ത്രികോണങ്ങൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, സർവ്വസമ ത്രികോണങ്ങൾ. അതിൽ വരുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. 3 വശങ്ങൾ അടുത്ത ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ കോണുകളും തുല്യമായിരിക്കും. അതായത് തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. നമുക്ക് നോക്കാം അല്ലെ. തുല്യവശങ്ങൾ ഏതൊക്കെയാണ്? AB = AB എന്ന് പറയുന്ന വശവും ഏതുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? ABയും RQയുമാണ് ഈക്വൽ അല്ലെ. ABയും RQ. ഇനി ABന്റെ എതിർക്കോൺ ഏതാ? ABന്റെ നേരെ മുകളിലേക്ക് നോക്കുക. ABന്റെ എതിർക്കോൺ കോൺ സി ആണ് അല്ലെ. അപ്പോൾ കോൺ സി = RQന്റെ എതിർക്കോൺ ഏതാ? RQന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുക. കോൺ P. കോൺ സി = കോൺ P ആണ്. അപ്പോൾ കോൺ സി എത്രയാണെന്ന് കിട്ടി? 80 ഡിഗ്രി. അതുകൊണ്ട് കോൺ Pയും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. കോൺ P 80 ഡിഗ്രി ആയിരിക്കും. അടുത്ത വശം നോക്കാം. BC = PR ആണ് അല്ലെ. BC = PR ആണെന്ന് തന്നിട്ടുണ്ട്. BCന്റെ നേരെ ഓപ്പോസിറ്റ്, BCന്റെ എതിർക്കോൺ ഏതാ? കോൺ A ആണ് അല്ലെ. കോൺ A = PRന്റെ ഓപ്പോസിറ്റ് വരുന്നതോ? കോൺ Q. കോൺ Q എന്ന് എഴുതാം. കോൺ A = കോൺ Q. കോൺ A എത്രയാണെന്ന് അറിയാം? 40 ഡിഗ്രി. അതുകൊണ്ട് കോൺ Qയും എത്രയാണ്? 40 ഡിഗ്രി ആയിരിക്കും. കോൺ Qവും 40 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ഏതൊക്കെ വശമാണ്? ACയും AC അല്ലെങ്കിൽ CA. AC = PQ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. AC = PQ. ACന്റെ എതിർക്കോൺ ഏതാ? ACന്റെ എതിർക്കോൺ കോൺ B ആണ് അല്ലെ. കോൺ B = PQന്റെ എതിർക്കോണോ? കോൺ R ആണ് PQന്റെ എതിർക്കോൺ. അപ്പോൾ കോൺ B എത്രയാണെന്ന് അറിയാം? കോൺ B 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് കോൺ Rഉം എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കിട്ടിയല്ലേ നമുക്ക് 3 കോൺ. അതായത് കോൺ P എത്രയാണ്? കോൺ P 80 ഡിഗ്രി എന്ന് കിട്ടി. കോൺ Q എത്ര ഡിഗ്രിയാന്ന് കിട്ടി? കോൺ Q 40 ഡിഗ്രി എന്ന് കിട്ടി. കോൺ R 60 ഡിഗ്രി എന്ന് കിട്ടി. എല്ലാ കോണും കിട്ടിയില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് കോണുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നോക്കാം. ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണങ്ങളിൽ AB = QR, AB = QR, AB = QR, BC = PQ, BC = PQ, BC = PQ, CA = RP എന്ന് തന്നിട്ടുണ്ട് അല്ലെ. CA = RP. 2 ത്രികോണങ്ങളിലെയും മറ്റു കോണുകൾ കണ്ടുപിടിച്ചെഴുതുക. ഓരോ കോണേ തന്നിട്ടില്ലോ അല്ലെ. അപ്പോൾ മറ്റു കോണുകൾ കണ്ടുപിടിച്ചെഴുതണം. അപ്പോൾ ഇവിടെ BC എന്ന് പറയുന്ന വശവും ഏതുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? BC = PQ ആണ് അല്ലെ. BC = PQ ആണ്. അപ്പോൾ BCന്റെ എതിർക്കോൺ ഏതാ? BCന്റെ എതിർക്കോൺ കോൺ A ആണല്ലോ. കോൺ A = PQന്റെ എതിർക്കോൺ ഏതാണ്? PQന്റെ എതിർക്കോൺ കോൺ R ആണ് അല്ലെ. കോൺ A = കോൺ R എന്ന് എഴുതുക. കോൺ A എത്ര ഡിഗ്രിയാണെന്ന് അറിയാം? 60 ഡിഗ്രി. അതുകൊണ്ട് കോൺ R എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കോൺ R കിട്ടി അല്ലെ. കോൺ R എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. കോൺ R 60 ഡിഗ്രി. ഇനി ത്രികോണം PQRലെ 2 കോണുകൾ കിട്ടിയല്ലേ. മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക അല്ലെ. ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കോൺ P എങ്ങനെ എഴുതാം? കോൺ P = 180 - 60 + 70 എത്ര വരും? 130 എന്ന് വരും അല്ലെ. 130. 60 + 70 130. 180 - 130 എത്ര വരും? 50 എന്ന് വരും അല്ലെ. 50 ഡിഗ്രി. കോൺ P എത്രയാണ്? കോൺ P 50 ഡിഗ്രി എന്ന് കിട്ടി.
ഇനി നമുക്ക് ബാക്കി കോണുകൾ കണ്ടുപിടിച്ചൂടെ? ത്രികോണം എ ബി സിയിലെ കോണുകളാണ് വേണ്ടത് അല്ലേ? നമുക്ക് അടുത്ത വശങ്ങൾ എടുക്കാം. വശം എ ബി എന്ന് പറയുന്ന വശവും ഏതുമാണ് ഈക്വൽ? എ ബി ഈക്വൽ ടു ആർ ക്യൂ ആണ് അല്ലെ? എ ബി ഈക്വൽ ടു ആർ ക്യൂ ആണ്. എ ബിക്ക് എതിരെയുള്ള വശം കോൺ ഏതാണ്? കോൺ സി ആണ് അല്ലെ? കോൺ സി സമം ആർ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കോൺ പി ആണ്. കോൺ പി 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ സി എത്ര തന്നെയായിരിക്കും? കോൺ സി 50 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ? കോൺ സി 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ത്രികോണം എ ബി സിയിൽ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വശങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. ഇത് എത്ര വരും? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇത് 110 എന്ന് കിട്ടും അല്ലെ? 60 + 50 110. അപ്പോൾ ബാക്കി എത്ര കിട്ടാൻ വേണ്ടി? 150 ആവാൻ വേണ്ടി എത്ര വേണം? 70 ഡിഗ്രി വേണം അല്ലെ? 70 ഡിഗ്രി. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വശങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് എം. ത്രികോണം എ ബി സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക. ത്രികോണം എ ബി സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ട് അല്ലെ? ഈ രണ്ട് ത്രികോണങ്ങൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. രണ്ട് ത്രികോണങ്ങളും തുല്യമാണോ? തുല്യമാണല്ലേ? എങ്ങനെയാണ് തുല്യമായത്? അത് നമുക്ക് എഴുതി നോക്കാം. അതായത് ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് ത്രികോണങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യമാണെന്ന്. ഇനി ഇവിടെ വേറൊരു ഐഡിയയും കൂടിയുണ്ട്. അതായത് രണ്ട് വശങ്ങളും അവയുടെ ഉൾക്കോണും തുല്യമാണെങ്കിൽ, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവയുടെ ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവയുടെ ഉൾക്കോണിനും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ സർവ്വസമമാണ്. അതായത് ഒരു ത്രികോണം ഇങ്ങനെ രണ്ടിന്റെ ഉൾക്കോണ് കിട്ടുമല്ലോ, ഉൾക്കോണം അതായത് ഒരു വശവും ഈ വശവും വേറൊരു ത്രികോണത്തിൽ ഇതേപോലെ തന്നെ തുല്യമാണെങ്കിൽ, രണ്ട് വശവും ആ വശവുമായിട്ട് വരുന്ന കോണും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയും. ഈ രണ്ട് ത്രികോണം എടുക്കുക. രണ്ട് ത്രികോണത്തിൽ എ എമ്മും എം ബിയും ഈക്വൽ അല്ലേ? മധ്യബിന്ദുവാൻ തന്നിട്ടുണ്ട്. എ എമ്മും എം ബിയും ഈക്വൽ ആണ്. പിന്നെ അതുപോലെ എം സി, രണ്ട് ത്രികോണത്തിലും എം സി വരുന്നുണ്ടല്ലോ, അപ്പൊ അതും തുല്യമാണ്. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണ്. പിന്നെ ഉൾക്കോണം എത്രയാണ്? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെന്ന് തൊട്ടിപ്പുറം വരുന്നത് എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് അല്ലെ? രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളും തുല്യമായിരിക്കുമല്ലോ, വശങ്ങളും തുല്യമായിരിക്കും. അതായത് ഈ എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമായിരിക്കും. എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമായിരിക്കും. അപ്പോൾ കോണുകളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഏത് തരം ത്രികോണാണ്? എ സിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ രണ്ട് വശം തുല്യമായ ത്രികോണാണ് അല്ലെ? രണ്ട് വശം തുല്യമായ സമപാർശ്വ ത്രികോണാണ് അല്ലെ? ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ കോൺ എ 50 ഡിഗ്രി ആണെങ്കിൽ കോൺ ബിയും എത്രയായിരിക്കും? കോൺ ബി 50 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ? കോൺ ബി 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺ സി കണ്ടുപിടിച്ചൂടെ? കോൺ എ സമം കോൺ ബി. കോൺ എ സമം കോൺ ബി, അതായത് ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. കോൺ എ സമം കോൺ ബി സമം 50 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കോൺ സി കണ്ടുപിടിക്കാലോ. കോൺ സി സമം 180 - 50 + 50 അല്ലെ? 180 - 50 + 50 is equal to 180 - 100. 180 - 100 എത്ര വരും? 80 ഡിഗ്രി എന്ന് വരും. 80 ഡിഗ്രി. കോൺ സി എത്രയാന്ന് കിട്ടി? 80 ഡിഗ്രി. അപ്പോൾ 3 കോണും കിട്ടി അല്ലെ? കോൺ എ സമം ഓൾറെഡി തന്നിട്ടുണ്ട് 50 ഡിഗ്രി. കോൺ ബി സമം എത്രയാണ് തന്നെയാണ്? 50 ഡിഗ്രി. സമപാർശ്വ ത്രികോണമാണ് അല്ലെ? കോൺ സി സമം 80 ഡിഗ്രി. കോൺ സി സമം 80 ഡിഗ്രി. 3 കോണും കിട്ടിയില്ലേ? അപ്പോൾ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചത്? രണ്ട് ചെറിയ ത്രികോണങ്ങൾ എടുത്ത് ആകെ ഒരു കോണ് മാത്രമേ ഉള്ളൂ. മറ്റേ കോൺ 50 ഡിഗ്രി ആണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുണ്ട് ഇവിടെ അല്ലെ? എ എം സിയും ബി എം സിയും. ആ ത്രികോണങ്ങൾ രണ്ടും തുല്യമാണോ നോക്കുക. തുല്യമാണെന്ന് കിട്ടി അല്ലെ? അതായത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവയുടെ ഉൾക്കോണം മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവയുടെ ഉൾക്കോണിനും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പോൾ തുല്യമാണെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രിക്ക് രണ്ട് 90 ഡിഗ്രി നോക്കുക. അപ്പോൾ അതിനെതിരെ വരുന്ന വശങ്ങൾ തുല്യമാണ്. അതായത് എ സിയും ബി സിയും തുല്യമാണ്. അപ്പോൾ എ സിയും ബി സിയും തുല്യമാണെങ്കിൽ ത്രികോണം എ സി ബി എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ് അല്ലെ? അതായത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമാണെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാണല്ലോ, രണ്ട് കോണുകൾ. അങ്ങനെ കോൺ ബിയും കോൺ എയും തുല്യമാണ്, രണ്ടും 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കോൺ സി കണ്ടുപിടിക്കാം. കോൺ സി 180 - 100 80 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിലും ഒരു കോൺ എഴുതിയിട്ടുണ്ട്. മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഫസ്റ്റ് വൺ 30 ഡിഗ്രി അല്ലെ? അടുത്ത എത്രയായിരിക്കും? സമപാർശ്വ ത്രികോണമാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. തൊട്ട് വരുന്നത് എത്രയായിരിക്കും? 180 - 30 + 30 60. 180 - 60 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 120 ഡിഗ്രി. എളുപ്പമല്ലേ കണ്ടുപിടിക്കാം. ഇനി അടുത്ത് നോക്കുക. സെക്കൻഡ് വൺ 40. അപ്പോൾ തുല്യമായ രണ്ട് കോണും തന്നിട്ടില്ല അല്ലെ? തുല്യമായ രണ്ട് കോൺ, അതായത് ഈ വശം അല്ലേ തുല്യം, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോണുകൾ ഏതൊക്കെ വശങ്ങളാണോ തുല്യം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോണുകളായിരിക്കും തുല്യമായിട്ട് വരിക. ഈ രണ്ട് വശങ്ങളുമാണ് തുല്യം. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ കോണും ഈ രണ്ട് കോണുമാണ്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത രണ്ട് കോണുകളുമാണ് തുല്യം. അപ്പോൾ നമുക്ക് ആ രണ്ട് കോണുകളുടെയും തുക കണ്ടുപിടിക്കാം. അതായത് 180 - 40. 180 - 40 140 ആയിരിക്കും രണ്ട് കോണുകളുടെ തുക. രണ്ട് കോണുകളും തുല്യമല്ലേ? അപ്പോൾ 140/2 എത്ര വരും? 140/2 70. അപ്പോൾ ഈ കോണ് 70 ഡിഗ്രി, ഈ കോണും 70 ഡിഗ്രി വരിക. അടുത്തത് 20 ആണ് അല്ലെ? തേർഡ് വൺ. അതായത് ഈ രണ്ട് വശമാണ് തുല്യം. അതുകൊണ്ട് തന്നെ ഈ കോണും ആയിരിക്കും തുല്യം. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത രണ്ട് കോണുകളുമാണ് തുല്യമായിട്ട് വരിക. അപ്പോൾ എങ്ങനെ എഴുതാം?
അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 20 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലെ. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ 180 20 കുറക്കുക. 180 20 കുറച്ചാൽ 160 എന്ന് വരും. അതായത് തുല്യമായ കോണുകളുടെ തുക 160 ആണ്. അതിന്റെ പകുതി കണ്ടുപിടിക്കാം. 160/2 80. അതായത് ഓരോ കോണും എത്ര ഡിഗ്രി വീതമായിരിക്കും? 80. ഫോർത്ത് വൺ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ തുല്യമല്ലാത്തതാണ് 100 ഡിഗ്രി. ബാക്കി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. കമന്റ് ആയിട്ട് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? സമപാർശ്വ ത്രികോണാണ് അല്ലെ. സമപാർശ്വ ത്രികോണാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി രണ്ട് കോൺ. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി ഉള്ളത് ഒന്ന് 120, അടുത്തത് 120. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയാകും? 240. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ആകെ 150 ഉള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ അല്ലെങ്കിൽ ബാക്കി രണ്ട് കോണുകളായിരിക്കും തുല്യമായിട്ട് വരിക. രണ്ട് കോണുകൾ തുല്യമാവണമല്ലോ. സമപാർശ്വ ത്രികോണാണെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാവണം. ഒരു കോൺ 120 ഡിഗ്രി, തൊട്ടടുത്തത് 120 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 240. 240 എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ആകെ 180 ഉള്ളൂ അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ വരുന്നത് ബാക്കി രണ്ട് കോണുകളാണ് തുല്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 180 നിന്ന് 120 മൈനസ് ചെയ്യുക. 180 നിന്ന് 120 മൈനസ് ചെയ്യുക. 0 6 60 ഡിഗ്രി. അതായത് ബാക്കി രണ്ട് കോണുകളുടെയും തുക 60 ഡിഗ്രിയാണ്. ബാക്കി രണ്ട് കോണുകളായിരിക്കുമല്ലോ തുല്യം വരുന്നത്. അപ്പോൾ 60/2 60/2 30 ഡിഗ്രി. അതായത് ഓരോ കോണും എത്രയായിരിക്കും? 30 ഡിഗ്രി 30 ഡിഗ്രി. അതായത് സമപാർശ്വ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയാണ്? 30 ഡിഗ്രി 120 ഡിഗ്രി. അങ്ങനെയല്ലേ 180 ആവില്ല. 30 30 60 60 പ്ലസ് 120 180. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതിന്റെ മറ്റു രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? ഒരു കോണ് 90 ഡിഗ്രിയാണ് അല്ലെ. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഏതൊക്കെയായിരിക്കും കോണുകൾ? അതായത് ഒരു കോൺ 90 ഡിഗ്രി, മറ്റു രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അവ രണ്ടും തുല്യവുമാണ്. അപ്പോൾ എത്രയായിരിക്കും? 45 ഡിഗ്രി 45 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. എന്നെങ്കിലല്ലേ 180 കിട്ടൂലോ. അതായത് സമപാർശ്വ മട്ട ത്രികോണമാണ്. 90 ഡിഗ്രി, കോണുകൾ 90 ഡിഗ്രി, 45 ഡിഗ്രി 45 ഡിഗ്രി വീതമായിരിക്കും. 90 45 പ്ലസ് 45 90, 90 പ്ലസ് 90 180 ഡിഗ്രി. അപ്പോൾ ഇത് ഈ സമപാർശ്വ ത്രികോണം ഒരു സമപാർശ്വ മട്ട ത്രികോണമാണ്. സമപാർശ്വ മട്ട ത്രികോണത്തിലെ കോണുകളാണ് 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB എന്നിവ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളുമാണ്. കോൺ എയും കോൺ ബിയും കണക്കാക്കണം. AB വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ്. OAയും OBയും എന്താണ്? വൃത്തത്തിന്റെ OA OB ഇവ വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെ. വൃത്തത്തിലെ ആരങ്ങളാണ്. ഒരു വൃത്തത്തിലെ ആരങ്ങളെല്ലാം തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ OAയും OBയും തുല്യമായിരിക്കും. അപ്പോൾ ത്രികോണം OAB രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് നമുക്ക് കിട്ടി. OAOB മൂന്നാമത്തെ വശത്തിന്റെ കാര്യം നമുക്ക് അറിയില്ല. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. അപ്പോൾ ഇത് സമപാർശ്വ ത്രികോണാണെന്ന് ഉറപ്പിക്കാം. സമപാർശ്വ ത്രികോണം ചിലപ്പോൾ അത് സമഭുജ ത്രികോണാകും. കോണുകൾ കണ്ടെത്തിയാലേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ സമഭുജ ത്രികോണാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ OAയും OBയും തുല്യമായതുകൊണ്ട് അതിന്റെ എതിർകോണുകളും തുല്യമായിരിക്കും. അതിന്റെ എതിർകോണുകൾ OAന്റെ എതിർകോൺ ഏതാണ്? OAന്റെ എതിർകോൺ കോൺ B ആണ് അല്ലെ. കോൺ B സമം OBന്റെ എതിർകോൺ ഏതാണ്? OBന്റെ എതിർകോൺ കോൺ A. കോൺ Aയും കോൺ Bയും തുല്യമായിരിക്കും. അപ്പോൾ കോൺ O 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. കോൺ O 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബാക്കി രണ്ട് കോണുകളുടെയും തുക 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം അല്ലേ. അതായത് 180 മൈനസ് 60 180 മൈനസ് 60 120 ആയിരിക്കും ബാക്കി രണ്ട് കോണുകൾ. അതായത് കോൺ എയും കോൺ ബിന്റെയും തുക 120 ആണ്. അവ തുല്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വീതമായിരിക്കണം? 60 വീതമായിരിക്കണം അല്ലെ. 60 വീതമായിരിക്കണം. അങ്ങനെയെങ്കിലേ 120 കിട്ടുള്ളൂ. 120 ആണ് രണ്ട് കോണുകളുടെയും തുക. രണ്ട് കോണുകളും തുല്യമാണ്. അതായത് 120/2 60. അപ്പോൾ കോൺ എയും 60 ഡിഗ്രിയാണെന്ന് കിട്ടി. കോൺ ബിയും 60 ഡിഗ്രി. അപ്പോൾ മൂന്നും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഏത് തരം ത്രികോണാണ്? സമഭുജ ത്രികോണം. സമപാർശ്വ ത്രികോണാണെന്ന് എടുത്തു. ഇപ്പൊ നമുക്ക് മൂന്ന് കോണും 60 ഡിഗ്രിയാന്ന് കിട്ടി. അപ്പോൾ സമപാർശ്വമാണോ? അല്ല അല്ലെ. സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഇവിടെ സമപാർശ്വ ത്രികോണാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സമപാർശ്വത്തിൽ നിന്നാണല്ലോ സമഭുജം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സമപാർശ്വമാണെന്ന് എടുത്തു. നമുക്ക് അറിയില്ല കോണുകൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ എടുത്തിരുന്നത്. ഇപ്പോൾ കോണുകൾ മൂന്നും 60 വീതമായതുകൊണ്ട് ഇതൊരു സമഭുജ ത്രികോണമാണ്. നമുക്ക് അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അസ്യൂം ചെയ്തത് സമപാർശ്വ ത്രികോണമാണെന്ന് എടുത്തു. അപ്പോൾ ലാസ്റ്റ് സമഭുജ ത്രികോണാണെന്ന് കിട്ടി. നമുക്ക് കോണുകൾ മാത്രമല്ലേ വേണ്ടൂ. കോണുകളെല്ലാം 60 ഡിഗ്രി വീതമാണ്. കോൺ A 60, കോൺ B 60, കോൺ O ഓൾറെഡി തന്നിട്ടുണ്ട് 60 ആണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. O വൃത്തകേന്ദ്രമാണ് അല്ലെ. അപ്പോൾ അതായത് ഒരു കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലെ. 360 ഡിഗ്രി. അതായത് ഇവിടെ BOA 120 തന്നിട്ടുണ്ട്, COA 120 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BOC നമുക്ക് കണ്ടുപിടിച്ചൂടെ. ടോട്ടൽ 360 കിട്ടണം. രണ്ട് കോണ് 120. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 360 അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലെ. 120 പ്ലസ് 120 240. 360 240 മൈനസ് ചെയ്യാൻ 120. അപ്പോൾ ഇതും 120 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. ഇനി ഈ പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് അല്ലെ. O എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ്. AB എന്ന് പറയുന്നത് ഒരു ഞാണാണെന്ന് വിചാരിക്കുക. C എന്ന് പറയുന്നത് വേറൊരു പോയിന്റ്. ഈ AB എന്ന് പറയുന്ന ഞാണ് ഒരു ചെറിയൊരു വൃത്തഖണ്ഡമുണ്ട്, ബാക്കിയുള്ള പോർഷനും ഉണ്ട് അല്ലെ. വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട് AB എന്ന് പറയുന്ന ഞാണ്.
ആ എ ബി എന്ന് പറയുന്ന ഞാണ് വൃത്തകേന്ദ്രവുമായിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, എ ഒ ബി. എ ഒ ബി എന്ന് പറയുന്നത് ഒരു 2x ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. 2x ഡിഗ്രി ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വൃത്തഖണ്ഡത്തിലേക്കാണ്. വൃത്തകേന്ദ്രവുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോൺ ഉണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഖണ്ഡത്തിൽ ഉണ്ടാക്കുന്നത്, അതായത് എ സി ബി അതിന്റെ നേർപകുതിയായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ എ ഒ ബി ഒരു 120 ഡിഗ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന എത്രയായിരിക്കും, അതിന്റെ പകുതിയായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതായത് ഇവിടെ ബി ഒ സി 120 ആണ് അല്ലെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വൃത്തഖണ്ഡം, ഈ ഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ, 60 ഡിഗ്രി. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്ന വൃത്തഖണ്ഡം എടുക്കുക. എ സി എന്ന് പറയുന്ന ഞാണ് എടുക്കുക. എ സി എന്ന് പറയുന്ന ഞാണ്, ആ ഞാണ് കേന്ദ്രവുമായി ഉണ്ടാക്കുന്നത് 120. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വൃത്തഖണ്ഡം എന്ന് പറയുമ്പോൾ ഇതാ വരിക അല്ലെ, എ സി. അതിന്റെ ഓപ്പോസിറ്റ് അത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ഞാണ് വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണ് 120 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വൃത്തഖണ്ഡത്തിലെ കോണുമായിട്ട് ഉണ്ടാക്കുന്ന നേർപകുതിയായിരിക്കും എത്രയായിരിക്കും, 60 ഡിഗ്രി. അപ്പൊ ത്രികോണം എ ബി സിന്റെ കോണുകളല്ലേ കണ്ടുപിടിക്കേണ്ടത്. കോൺ എ എത്രയാണ്, കോൺ എ 60 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ കോൺ ബി എത്രയാണ്, കോൺ ബിയും 60 ഡിഗ്രിയാണ്. അതുപോലെ കോൺ സിയും 60 ഡിഗ്രിയാണ്. സിമ്പിൾ അല്ലേ ഇത്. ഇതേ ടൈപ്പ് LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ക്വസ്റ്റൻ അല്ല കേട്ടോ, ഇങ്ങനെ ഈ വൃത്തഖണ്ഡത്തിലെ കോണുകൾ ഓപ്പോസിറ്റ് വൃത്തഖണ്ഡത്തിൽ നേർപകുതിയാവുന്ന ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും എ ബി ഒരു വ്യാസവുമാണ്, സി വൃത്തത്തിലെ ബിന്ദുവാണ്. കോൺ സി എ ബി, ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു കോൺ നമുക്ക് കണ്ടുപിടിക്കാലോ. എത്രയായിരിക്കും, 180 ഡിഗ്രി വരണം അല്ലെ. 50 പ്ലസ് എത്രയാണ്, 180, 130 ഡിഗ്രി ആയിരിക്കും അല്ലെ, ഈ 130. ഇനി ഇവിടെ എയോയും ഒ സിയും പ്രത്യേകത എന്താണ്, എയോയും ഒ സിയും ഞാണുകളാണ് അല്ലെ. അതായത് ത്രികോണം എ ഒ സി എന്ന് പറയുന്ന രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണാണല്ലോ. രണ്ട് വശങ്ങൾ, അതായത് രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഒരു കോണ് 130 തന്നിട്ടുണ്ട്, ടോട്ടൽ 180 എന്ന് കിട്ടണം. അപ്പൊ 180 എന്ന് കുറക്കുക, 130 0.5 വരും അല്ലെ. അതായത് 50 എന്ന് കിട്ടി. അതായത് കോൺ എയും കോൺ സിയും, കോൺ എ പ്ലസ് കോൺ സി 50 എന്ന് കിട്ടണം. അപ്പോൾ രണ്ടും തുല്യമാണ് അല്ലെ, രണ്ടും തുല്യ കോണുകളാണ്. അപ്പോൾ കോൺ എ എത്രയായിരിക്കും, കോൺ എ 50/2 ആയിരിക്കും അല്ലെ. അതുപോലെ കോൺ സിയും 50/2, അതായത് 25 ഡിഗ്രി. കോൺ സി എ ബി എത്രയായിരിക്കും, കോൺ സി എ ബി തന്നെയല്ലേ കോൺ എ എന്ന് പറയുന്നത്, കോൺ സി എ ബി 25 ഡിഗ്രി ആയിരിക്കും. കോൺ സി എ ബി 25 ഡിഗ്രി. ഒന്നും കൂടി പറഞ്ഞുതരാം. ത്രികോണം എ ഒ സിയിൽ കോൺ എ ഒ സി 130 ഡിഗ്രിയാന്ന് കിട്ടിയ അല്ലെ, രേഖീയ ജോഡി. അതായത് 50 180 കിട്ടണം. 50 പ്ലസ് 130 ആണ് 180. അതുകൊണ്ട് കോൺ AOC 130 എന്ന് കിട്ടി. ഇനി ഇവിടെ ത്രികോണം AOCയിൽ AOയും OCയും ആരങ്ങളാണ്. അപ്പോൾ രണ്ടാരും ഒരു വൃത്തത്തിൽ എത്ര ആരുണ്ട് ആ ആരങ്ങളെല്ലാം തുല്യമായിരിക്കും. അതുകൊണ്ട് AOയും OCയും തുല്യമാണ്. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണല്ലോ, രണ്ട് വശങ്ങൾ തുല്യമാണ് സമപാർശ്വ ത്രികോണമായി അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും തുല്യമായിരിക്കും. തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. തുല്യവശം AOക്കെതിരെ വരുന്ന കോൺ C ആണ്, OCക്കെതിരെ വരുന്ന കോൺ A ആണ്. അത് രണ്ടും തുല്യമാണ്. അപ്പൊ ഇനി ത്രികോണം നോക്കുക. ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ്. ഒന്ന് 130 എന്ന് കിട്ടിയിട്ടുണ്ട്, ബാക്കി 2 കോണുകളുടെയും തുക 50 എന്ന് കിട്ടി അല്ലെ. 50, 2 കോണുകളും തുല്യമാണ്. അപ്പൊ രണ്ടും പകുതി ആയിരിക്കും അല്ലെ. അതായത് കോൺ A 25, കോൺ C 25 ഡിഗ്രി. അതുകൊണ്ട് കോൺ CAB എത്രയാണ്, 25 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിൽ O വൃത്തകേന്ദ്രവും AB ഒരു വ്യാസവുമാണ്, C വൃത്തത്തിലെ ബിന്ദുവാണ്. കോൺ CAB കണക്കാക്കുക. കോൺ CAB വളരെ എളുപ്പത്തിൽ കണക്കാക്കുക. AB വ്യാസല്ലേ, വ്യാസം എന്ന് പറയുമ്പോൾ അർദ്ധവൃത്തല്ലേ വരുന്നത്, അർദ്ധവൃത്താണ് വരുന്നത്. അർദ്ധവൃത്തത്തിൽ നമ്മൾ എങ്ങനെ കോണ് വരക്കുകയാണെങ്കിലും വ്യാസമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ കോണ് വരക്കുകയാണെങ്കിലും ആ കോണുകളൊക്കെ എത്രയായിരിക്കും, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിലെ കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ CAB, കോൺ ACB ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺ ACB ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കോൺ ACB അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ചെറിയൊരു കൺസെപ്റ്റ് ആണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. മറിച്ച് ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് രണ്ട് സമാന്തര വരകൾ. ഈ സമാന്തര വരകൾ AB എന്ന് പറയുന്ന ഒരു വശം ഞാൻ എടുക്കുക. AB എന്ന് പറയുന്ന വശം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും അല്ലെ. ഇതാ ABC എന്ന് പറയുന്ന ത്രികോണം. ഇനി വേറൊരു ത്രികോണം വരയ്ക്കുക, ABD എന്ന് പറയുന്ന ത്രികോണം വരയ്ക്കുക. അടുത്ത് ഞാനിതാ ഇതിനെ ടച്ച് ചെയ്യണം കേട്ടോ. അതായത് രണ്ട് സമാന്തര വരകൾക്കുള്ളിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത് ABE. അതായത് ഇവിടെ 3 ത്രികോണങ്ങളുണ്ട് അല്ലെ, ABC, ABD, ABE. ഈ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ്, അതായത് ഏരിയ എപ്പോഴും തുല്യമായിരിക്കും. 3 ത്രികോണങ്ങളുടെയും ഏരിയ എപ്പോഴും തുല്യമായിരിക്കും. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 ത്രികോണത്തിന്റെയും ഏരിയ, അതായത് രണ്ട് സമാന്തര വരകളായിരിക്കണം. രണ്ട് സമാന്തര വരകൾ, പിന്നെ ഒരേ പാദവുമായിരിക്കണം. AB എന്ന് പറയുന്ന ഒരേ പാദം. ഈ AB എന്ന് പറയുന്ന ഒരു വശം കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒത്തിരി ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. ഈ ത്രികോണങ്ങളുടെ എല്ലാം ഏരിയ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ത്രികോണങ്ങളുടെ ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.